ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് മാത്സിൻ്റെ CWCക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്ഷീറ്റുകൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, കോർഡിനേറ്റ്സും അതേപോലെ തന്നെ ടാൻജൻസും. ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം കോർഡിനേറ്റ്സ് ചോദ്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ജസ്റ്റ് ഒരു 1 മാർക്കിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് താഴെ തന്നിരിക്കുന്ന കുറച്ച് കോർഡിനേറ്റ്സുകൾ തന്നിട്ടുണ്ട് അല്ലേ, താഴെ കുറച്ച് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഈ കോർഡിനേറ്റ്സിൽ ഏതാണ് എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റ്? ഓക്കെ അല്ലേ, അപ്പോൾ നമുക്കറിയാം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എക്സ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വൈ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് ആക്സിസിൽ ഞാനൊരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വൈ കോർഡിനേറ്റ്, ഓക്കെ, വൈ കോർഡിനേറ്റ് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. എക്സ് ആക്സിസിൽ എവിടെ നമ്മളൊരു പോയിന്റ് ഇട്ടാലും ആ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റുകൾ ഒന്ന് നോക്കിയേ, ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കോർഡിനേറ്റ്സുകൾ ഒന്ന് നോക്കിയേ. 0,6 അത് എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കുമോ? അല്ല. കാര്യം എന്താണ്? എക്സ് 0 ആണ്, വൈ ആണ് 0. 2,6 രണ്ടും 0 അല്ല, 6,0. ശരിയല്ലേ? 6,0 എന്ന് പറയുമ്പോൾ എന്താണ്? വൈ കോർഡിനേറ്റ് എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റ് ഇവിടെ ആരാണ്? 6,0 ആണ്. അതാണ് എന്ത് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? ഇനി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 1,7 ആൻഡ് 5,7. 1,7ഉം 5,7ഉം തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ എന്താ ഡിസ്റ്റൻസ് ഫോർമുല? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? സി ഈക്വൽ ടു റൂട്ട് ഓഫ് ആരാണ് ഈ x1 x2 y1 y2 ഒക്കെ ആരാണ്? നമുക്ക് 2 പോയിന്റുകൾ തന്നിട്ടുണ്ടല്ലേ, 1,7 5,7. ഇതിൽ ഒരാളെ x1 y1 എന്ന് വിളിക്കുക, മറ്റേ ആളെ x2 y2 എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ഒന്ന് പറഞ്ഞേ. റൂട്ട് ഓഫ് x1 മൈനസ് x2. ഓക്കെ അല്ലേ? x1 പകരം 1 മൈനസ് x2 എന്ന് പറയുമ്പോൾ 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 7 മൈനസ് 7 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 5 എന്ന് പറയുമ്പോൾ മൈനസ് 4 സ്ക്വയർ പ്ലസ് 7 മൈനസ് 7 എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ. ഓക്കെ അല്ലേ? റൂട്ട് ഓഫ് -4ൻ്റെ സ്ക്വയർ, നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പോസിറ്റീവ് നമ്പർ ആയാലും നെഗറ്റീവ് നമ്പർ ആയാലും സ്ക്വയർ എടുക്കുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ -4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 പ്ലസ് 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0, അതായത് റൂട്ട് 16, അതായത് എത്ര? 4 യൂണിറ്റ്സ്. 4 യൂണിറ്റ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്ന ഈ 1,7ഉം 5,7ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് സജസ്റ്റ് എ സ്യൂട്ടബിൾ നെയിം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതല്ല. എ ലൈൻ ഇസ് ഡ്രോൺ ത്രൂ ദ പോയിന്റ് 5,4 പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എ ലൈൻ ഇസ് ഡ്രോൺ ത്രൂ ദ പോയിന്റ് 5,4. ഓക്കെ അല്ലേ? പാരലൽ ടു ദ എക്സ് ആക്സിസ്. നമുക്ക് ആക്സിസുകളൊന്ന് വരക്കാം. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? വൈ ആക്സിസും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലൈൻ വരച്ചിട്ടുണ്ടെന്ന് പറയണം. എ ലൈൻ ഇസ് ഡ്രോൺ ത്രൂ ദ പോയിന്റ് 5,4 പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസ് ഇതാണ് അല്ലേ? ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയിക്കൊണ്ടിട്ടൊരു ലൈൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? പാസിങ് ത്രൂ ദ പോയിന്റ് 5,4. ഈ ലൈൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ലൈനിലെ ഒരു പോയിന്റ് ആണ് എന്ത്? 5,4 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതേപോലെ ഇഫ് 10,k ഇസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൽ മറ്റൊരു പോയിന്റ് ആണ് എന്തെന്ന് വിചാരിക്കുക? 10,k എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? ഇവിടെ kൻ്റെ വാല്യൂ എത്രയാണ്? k എന്ന് പറയുന്ന കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ, എക്സ് ആക്സിന് ഇതുപോലെ ഒരു പാരലായിട്ട് ലൈൻ വരച്ചാൽ ഈ ലൈനിൽ എവിടെ പോയിന്റ് എടുത്താലും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ് ആക്സിന് പാരലായ ഒരു ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ ഓൾറെഡി ഇവിടെ ഒരു കോർഡിനേറ്റ്, ഈ ലൈനിൽ ഒരു പോയിന്റ് തന്നിട്ട് 5,4. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് 4 ആണെന്ന് അറിയാം, വൈ കോർഡിനേറ്റ് 4 ആണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ അടുത്ത ഈ ലൈനിൽ തന്നെയുള്ള മറ്റേത് പോയിന്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് എത്ര തന്നെയായിരിക്കും? ഒരു ചേഞ്ചും ഉണ്ടാവില്ല, 4 തന്നെ ആയിരിക്കും. ഇവിടെ കെ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അതായത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,4 ആണ് ഈ പോയിന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സജസ്റ്റ് എ സ്യൂട്ടബിൾ നെയിം
to the geometric figure formed by joining the points -6,4, 6,4, -3,2, 3, -2 in order to calculate the area of this quadrilateral. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കോർഡിനേറ്റ്സ്, ഈ ഒരു കോർഡിനേറ്റ്സ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കിട്ടുന്ന ജിയോമെട്രിക് ഫിഗർ അല്ലെങ്കിൽ ആ ഒരു കോർഡിലാറ്ററൽ എന്താണ്, എന്ത് തരം കോർഡിലാറ്ററൽ, സ്ക്വയർ ആണോ, റെക്റ്റാങ്കിൾ ആണോ, റോംബസ് ആണോ, അല്ലെങ്കിൽ പാരലലോഗ്രാം ആണോ, അങ്ങനെ എന്ത് തരം കോർഡിലാറ്ററൽ ആണെന്ന് എന്ത് ചെയ്യുക, പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഇതൊന്ന് വരച്ച് നോക്കാം. ഇതേപോലെ ഡ്രോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, കോർഡിനേറ്റ്സിൽ കൺസ്ട്രക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വെറുതെ റഫായിട്ടുള്ള ഫിഗർ അല്ല വരക്കേണ്ടത്, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മെഷർമെൻ്റ് ഒക്കെ എടുത്ത് വരക്കാം. ഓക്കെ അല്ലേ? അപ്പം എക്സ് ആക്സിസ് വരക്കുക. ഓക്കെ, എക്സ് ആക്സിസ് വരക്കാം നമുക്ക്. അതുപോലെ തന്നെ വൈ ആക്സിസ് വരക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, എക്സ് ആക്സും വൈ ആക്സും ഒക്കെ വരച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് മാർക്ക് ചെയ്യുക അല്ലേ, എക്സിലും വൈയിലും വാല്യൂസ് മാർക്ക് ചെയ്യുമ്പോൾ എല്ലാം 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം സെൻറ്റർ ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിൽ 1, 2, 3, 4, ഓക്കെ 5 വരെ വാല്യൂസ് മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ വൈ ആക്സിസിലേക്ക്, എക്സ് ആക്സിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് -1, -2, -3, -4, -5, -6 വരെയുള്ള വാല്യൂസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സാർ ഇപ്പോൾ വെറുതെ ഈ ഒരു രീതിയിലായതുകൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, റഫായിട്ട് വരക്കുന്നത്. നിങ്ങൾ വരക്കുമ്പോൾ എന്താണ് കറക്റ്റ് പെൻസിൽ സ്കെയിലൊക്കെ ഉപയോഗിച്ച് മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് വരക്കാനായിട്ട് കേട്ടോ. 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വരക്കുക. അതേപോലെ ഇനി വൈ ആക്സിസിൽ 1, 2, 3, 4 വരെയുള്ള വാല്യൂസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, വൈ ആക്സിസ്. അതേപോലെ വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് മാർക്ക് ചെയ്യാം. -1, -2, -3. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ വൈ ഡാഷ് അതേപോലെ തന്നെ എക്സ് ഡാഷ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ പോയിന്റുകൾ, ആ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ശരിയല്ലേ? ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താ പോയിന്റ്, -6,4 അല്ലേ. -6,4 എന്ന് പറയുമ്പോൾ എക്സ് -6ഉം വൈ 4ഉം. എക്സ് -6 എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ് ആക്സിസ് അല്ലേ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എക്സ് ആക്സിസ്. അതിൻ്റെ -6 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ്. ശരിയല്ലേ? ഇതാണ് -6. അതേപോലെ y4 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ രണ്ട് സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യുക, ഇതേപോലെ ഡോട്ടഡ് ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. അവർ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന -6,4. ക്ലിയർ അല്ലേ? ഓക്കെ, വരച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡോട്ടഡ് ലൈൻസ് ഒക്കെ മായ്ച്ചു കളഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എന്താണ്, 6,4. അടുത്ത പോയിന്റ് എന്താണ്, 6,4 അല്ലേ. 6,4 നമുക്ക് മാർക്ക് ചെയ്യാം. എക്സ് 6ഉം വൈ എത്രയാ, 4ഉം അല്ലേ. എക്സ് 6 നമ്മളിവിടെ ആക്സിസ് വരച്ചപ്പോൾ വരച്ചിട്ടുണ്ടായിരുന്നില്ല, നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഓക്കെ, എക്സ് ആക്സിൽ 6 കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ് 6 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റാണ്, വൈ 4 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റാണ്. അപ്പോൾ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് കിട്ടാനായിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻസ് വരക്കാം, ജോയിൻ ചെയ്യുന്നൊരു പോയിന്റ് കിട്ടും. ഇതാണെന്ത്, 6,4. ഓക്കെ അല്ലേ? ആ ഡോട്ടഡ് ലൈൻസ് നമുക്ക് ആവശ്യമില്ല, അത് മായ്ച്ചളഞ്ഞേക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താ, അടുത്ത പോയിന്റ് ചെയ്താൽ -3,2 അല്ലേ. എക്സ് -3ഉം വൈ -2ഉം. എക്സ് -3 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ്, വൈ -2 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ്, രണ്ടും കൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, -3, -2 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡോട്ട് ലൈൻസ് വായിച്ചോളാം. ഇനി അടുത്ത പോയിന്റ് ചെയ്താൽ 3, -2. എക്സ് 3ഉം വൈ -2. എക്സ് 3 എന്ന് പറയുമ്പോൾ ഇത്, വൈ -2 എന്ന് പറയുമ്പോൾ ഇത്. ഓക്കെ, ഇതങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ ഈ ഒരു പോയിന്റ് കിട്ടും. ശരിയല്ലേ? അപ്പോൾ 3, -2. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ പോയിന്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെന്ത് ചെയ്ത് നോക്കാം, ജോയിൻ ചെയ്ത് നോക്കാം. ശരിയല്ലേ? നമുക്ക് ഇവരൊന്ന് ജോയിൻ ചെയ്യാം. ഒരു പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്ത് സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വരക്കാം കേട്ടോ. സ്കെയിൽ യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ സജസ്റ്റ് എ സ്യൂട്ടബിൾ നെയിം. ഈ ഒരു ജോമെട്രിക് ഫിഗർ, ഈ പോയിന്റുകളൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഈ ഒരു ജോമെട്രിക് ഫിഗറിന് എന്ത് ചെയ്യുക, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര്
സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്ത് തരം കോഡിലാറ്ററലാണെന്ന് എന്നുള്ളത് പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഇവിടെ പുറത്ത് വരക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഒരു ഫിഗറാണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രപ്പീസിയം എന്ന് വിളിക്കുന്നത്. എന്താണ്? ട്രപ്പീസിയം. ഓക്കെ അല്ലേ? രണ്ട് സൈഡുകൾ പാരലൽ ആയിരിക്കും, ബാക്കി രണ്ട് സൈഡുകൾ എന്തല്ല, പാരലൽ ആയിരിക്കില്ല, നോൺ പാരലൽ ആയിട്ടുള്ള സൈഡുകളായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളെ ട്രപ്പീസിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് പറയാം എന്താണ്, ഈ ഫിഗർ എന്താണ്, ഒരു ട്രപ്പീസിയമാണ്. ഓക്കെ, ട്രപ്പീസിയം. ഓക്കെ, ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട്, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററലിൽ എന്ത് കണ്ടുപിടിക്കുക, ഏരിയയും കൂടി കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഏരിയയും കൂടി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, നമ്മൾ ട്രയാങ്കിളുടെയും സ്ക്വയറിൻ്റെയും അതേപോലെ തന്നെ റെക്റ്റാങ്കിളുടെ ഒക്കെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് ബി. ഓക്കെ അല്ലേ? ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് ബി. ഓക്കെ, നമുക്ക് നോക്കാം. ഹാഫ് ഇൻറ്റു h എന്ന് പറഞ്ഞാൽ എന്താ, ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഏതാ ഈ ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഏതാ, ഇതല്ലേ അല്ലേ? രണ്ട് ബോട്ടം സൈഡും ടോപ്പ് സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹൈറ്റ് എന്ന് വിളിക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയാൽ മതി. ആ വാല്യൂസ് നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഹൈറ്റ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് ഈ പോയിന്റ് തുടങ്ങുന്നു. ഇപ്പോൾ എത്ര യൂണിറ്റ്സ് ആയി നോക്കിക്കോടാ. 1 2 3 4 5 6. ശരിയല്ലേ? അപ്പോൾ ടോപ്പ് സൈഡിൽ നിന്ന് ബോട്ടം സൈഡിലേക്ക് എത്താൻ എത്ര യൂണിറ്റ്സ് കടന്നുപോയി, 6 യൂണിറ്റ്സ് കടന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. ഓക്കെ, 6 ഇൻറ്റു a പ്ലസ് ബി. എന്താണ് ഈ എയും ബിയും? ഓക്കെ, അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഈ പാരലൽ ആയിട്ടുള്ള സൈഡുകളുണ്ട്, കണ്ട, അടിയിലെയും മുകളിലെയും പാരലൽ ആയിട്ടുള്ള സൈഡുകൾ. ഇതെന്താണ്, നോൺ പാരലൽ. ഈ സൈഡും അതേപോലെ തന്നെ ഈ സൈഡും എന്താ, നോൺ പാരലൽ സൈഡാണ്. പാരലൽ അല്ല അല്ലേ? നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ കൂട്ടിമുട്ടും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് പാരലൽ അല്ല. അപ്പോൾ ഈ പാരലൽ സൈഡുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന, എ എന്നും ബി എന്നും വിളിക്കുക. ഓക്കെ, ഈ പാരലൽ സൈഡുകളെ എ എന്നും അതേപോലെ തന്നെ ഇതിൻ്റെ ബി എന്നും വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എത്രയാണെന്ന് അറിയാനായിട്ട്, എയും ബിയും എത്രയാണെന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവിടുത്തെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എയും ബിയും എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ അല്ലേ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് എ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ റൂട്ട് ഓഫ്, ഓക്കെ, x1 മൈനസ് x2. ഇയാൾ നമുക്ക് x1 എന്നും ഇതിന് നമുക്ക് x2 എന്ന് കൊടുക്കാം. അപ്പോൾ x1 മൈനസ് x2 എന്ന് പറയുമ്പോൾ -6 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 അല്ലേ, 4 - 4 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -6 സെയിം സൈൻസ് ആണ്. അപ്പോൾ പ്ലസ് ചെയ്തിട്ട് അതേ ചിഹ്നം. ഓക്കെ അല്ലേ? പ്ലസ് ചെയ്തിട്ട് അതേ ചിഹ്നം, 12 സ്ക്വയർ. ഓക്കെ, -12 സ്ക്വയർ പ്ലസ് 4 - 4 എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ. ഓക്കെ അല്ലേ? 12 സ്ക്വയർ എന്ന് പറയുമ്പോൾ -12 സ്ക്വയർ എന്ന് പറയുമ്പോൾ 144 കിട്ടും. എത്ര തന്നെയാണ്, 12 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് കിട്ടിയ എത്രയാണ്, 12 ആണ്. പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇവരുടെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം. റൂട്ട് ഓഫ് ഇത് x1 ഇത് x2. ഓക്കെ, അപ്പോൾ -3 ദ ഹോൾ സ്ക്വയർ പ്ലസ് -2 -2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? റൂട്ട് ഓഫ് -3 എന്ന് പറയുമ്പോൾ -9 സ്ക്വയർ പ്ലസ് ഇവിടെ എന്താ മൈനസും പ്ലസ് ആവും. അപ്പോൾ -2 + 2 എന്ന് പറയുമ്പോൾ 0 ആണ്, 0 സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ അതായത് റൂട്ട് 81 എന്ന് കിട്ടും. അതായത് എത്രയാണ്, 9 തന്നെ. ഓക്കെ അല്ലേ? അപ്പോൾ ബി എന്ന് പറയുന്ന സൈഡിൻ്റെ ലെങ്ത്ത് എത്ര കിട്ടി, 9 കിട്ടി. ഓക്കെ അല്ലേ? നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് ഏരിയയിലേക്ക് കിടക്കാം. ഏരിയ കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 12 + 9. ഓക്കെ, 12 + 9 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 21 കിട്ടും. ശരിയല്ലേ? 21 കിട്ടും. സോറി, ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 21. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 6 അല്ലേ, 6ൻ്റെ പകുതി എത്രയാണ്, 3 ഇൻറ്റു 21. 3 ഇൻറ്റു 21 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്, 63 കിട്ടും. ഓക്കെ അല്ലേ? 63 യൂണിറ്റ് സ്ക്വയർ ആണ്. 63 യൂണിറ്റ് സ്ക്വയർ ആണ് ഇവിടുത്തെ എന്ത്, ഏരിയ എന്ന് പറയുന്നത്, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡിസ്റ്റൻസുകൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ അല്ലല്ലേ അവർക്കും? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the line passing through 0, 3 parallel to x-axis and the line passing through 4, 0 parallel to y-axis meet at P. ഓക്കെ, രണ്ട് ലൈനുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ദ ലൈൻ പാസിംഗ് ത്രൂ 0, 3 പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനോട് പാരലായിട്ട് ഒരു ലൈൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്നത് ഏതിലാണ്? 0, 3 എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. ഓക്കെ, 0, 3 എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ദ ലൈൻ പാസിംഗ് ത്രൂ 4, 0 പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിനോട് പാരലായിട്ട്. ഓക്കെ, നമുക്ക് വൈ ആക്സിസ് വരക്കാം. വൈ ആക്സിസ് ഇത് എക്സ് ആക്സിസ്. വൈ ആക്സിസിനോട് പാരലായിട്ട് ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ലൈൻ കടന്നു പോകുന്നത് 4, 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഓക്കെ അല്ലേ? 4, 0. ഓക്കെ, ഇത് മനസ്സിലാകാട്ടെ. 0, 3യും അതേപോലെ തന്നെ 4, 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും പോയിന്റ് ആയിരിക്കും. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് കോർഡിനേറ്റ് 0 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വൈ കോർഡിനേറ്റ് 0 ആണ്. ശരിയല്ലേ? ഒരു എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും പോയിന്റ് ആണ്. അതുകൊണ്ടാണ് സാർ അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈനുകൾ വരച്ചു. അപ്പോൾ ഈ രണ്ട് ലൈനുകളും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? പി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? മീറ്റ് ചെയ്യുന്നു. ഇതാണ് പി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി. പിന്റെ എന്ത് എഴുതുക? കോർഡിനേറ്റ്സ് എത്രയാണെന്ന് എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക് പി എങ്ങനെ ഒരു പോയിന്റ് കോർഡിനേറ്റ് നമ്മൾ എഴുതുക. ഒരു പോയിന്റ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ് കോർഡിനേറ്റും വേണം, വൈ കോർഡിനേറ്റും വേണം. ശരിയല്ലേ? നമുക്ക് നോക്കാം ഈ പി എന്ന് പറയുന്ന ലൈനിൻ്റെ പി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്ന 4, 0 എന്ന് പറയുന്ന പോയിന്റാണ്. ഇവിടെ 4, 0 വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഒറിജിനിൽ നിന്ന് 4 യൂണിറ്റ്സ് നിങ്ങൾ ട്രാവൽ ചെയ്തു എന്നല്ലേ? ഒറിജിനിൽ നിന്ന് 4 യൂണിറ്റ്സ് ട്രാവൽ ചെയ്യുമ്പോഴാണ് എവിടെ എത്തുന്നത്? 4, 0 എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്രയാ? 4 ആണ്. ശരിയല്ലേ? അപ്പോൾ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 4. ഇനി അതേപോലെ വൈ കോർഡിനേറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വൈ കോർഡിനേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വൈ ആക്സിസിനെ അങ്ങോട്ട് നോക്കാം. വൈ ആക്സിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന നേരെ കാണുന്നത് എന്താ? 0, 3 എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. എങ്ങനെയാണ് അവിടെ 0, 3 ആയത്? ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ്സ് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴല്ലേ 0, 3 എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നത്. അപ്പോൾ ഈ പോയിന്റ് എത്രയാ? 3 ആണ്. ശരിയല്ലേ? അപ്പോൾ വൈ കോർഡിനേറ്റ് എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ ഈ പിന്റെ കോർഡിനേറ്റ് എത്രയാ? 4, 3 ആണ് ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ആക്സിസ് ആർ പാരലൽ ടു ദ സൈഡ്സ് ഓഫ് റെക്ടാങ്കിൾ. ദ കോർഡിനേറ്റ് ഓഫ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് വേർട്ടിസസ് ഈസ് 4, -2 അതേപോലെ തന്നെ 5, -3. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഓക്കെ, നമുക്കൊരു റെക്റ്റാങ്കിൾ എടുക്കാം. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ആക്സിസുകൾ അല്ലെങ്കിൽ സൈഡുകൾ എന്താണ്? പാരലൽ ടു ആക്സിസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ആക്സിസ് പാരലൽ ടു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ആണ്. അതായത് ഇങ്ങനെയായിരിക്കും ഈ റെക്റ്റാങ്കിൾ. കാരണം എക്സ് ആക്സിസിനോട് പാരലാണ് ഈ ഒരു സൈഡ് വന്നിരിക്കുന്നത്, വൈ ആക്സിസിനോട് പാരലാണ് ഈ സൈഡുകളൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ കോർഡിനേറ്റ് ഓഫ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് വേർട്ടിസസ് ഈസ് -4, 2 5, -3. ഈ റെക്റ്റാങ്കിളിലെ ഏതോ രണ്ട് ഓപ്പോസിറ്റ് വേർട്ടിസുകളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു കോർഡിനേറ്റും ആ 4, -4, 2 5, -3, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കോർഡിനേറ്റും ആവാം. ഓക്കെ അല്ലേ? നമുക്കറിയില്ല ഏത് കോർഡിനേറ്റിലാണ് ഇത് കൃത്യമായിട്ട് ഈ പോയിന്റുകൾ വരുന്നത്, ഏത് വേർട്ടിസിലാണ് കൃത്യമായിട്ട് ഈ പോയിന്റുകൾ വരുന്നത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഓൾ വേർട്ടിസസ് ഓഫ് ദി റെക്റ്റാങ്കിൾ. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ റെക്റ്റാങ്കിളിലെ എല്ലാ വേർട്ടിസുകളും എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക അല്ലേ? 4 വേർട്ടിസുകൾ ഉണ്ട്, 2 എണ്ണം തന്നിട്ടുണ്ട്, ബാക്കി 2 എണ്ണം കൂടി എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. നമുക്ക് ആ കോർഡിനേറ്റ്സ് ഒന്ന് എടുത്ത് എഴുതി വെക്കാം. തന്നിരിക്കുന്ന കോർഡിനേറ്റ്സ് ചെയ്തേക്കാം. -4, 2 അതേപോലെ തന്നെ 5, -3. ശരിയല്ലേ? അപ്പോൾ 2 വേർട്ടിസുകൾ തന്നിട്ടുണ്ട്, 2 ഓപ്പോസിറ്റ് വേർട്ടിസുകളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 2 വേർട്ടിസുകൾ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഒന്നുമില്ല, ഇൻ്റർചേഞ്ച് ചെയ്യുക. ഈ 2 കോർഡിനേറ്റ്സ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. അതായത് ഫസ്റ്റത്തതിൻ്റെ എക്സും രണ്ടാമത്തതിൻ്റെ വൈയും. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് പറഞ്ഞേ, -4, -3. ക്ലിയർ അല്ലേ? അതേപോലെ രണ്ടാമത്തതിൻ്റെ എക്സും ആദ്യത്തതിൻ്റെ വൈയും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ 5, 2. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 2 പോയിന്റ്സ് ആണ് ഇനി വരാനുള്ള 2 വേർട്ടിസുകളുടെ പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ 4 വേർട്ടിസുകളും കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ മേജർ ആയിട്ടുള്ള കാര്യം നോക്കേണ്ടത്.
ഈ കൃത്യമായിട്ട് ഈ വേർട്ടിസുകൾ ഈ പോയിന്റുകൾ കൃത്യമായിട്ട് ഏത് വേർട്ടിസുകളിൽ വരുമെന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് അവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, പോയിന്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? നമുക്ക് തോന്നിയ പോലെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ കൊണ്ടുപോയിട്ട് 5,2 അങ്ങനെ ഇടാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഇട്ടാൽ തെറ്റാണ്. നമ്മൾ ആക്സസുകളൊക്കെ വെച്ച് വരക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണം ഈ പോയിന്റുകൾ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റുകൾ മറിക്കണം. അപ്പോൾ അതിന് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നോക്കിയാൽ മതി. എപ്പോഴും ഇതേപോലെ ആക്സിസുകളോട് പാരലായിട്ട്, സൈഡുകൾ ആക്സിസുകളോട് പാരലായിട്ട് വരുന്ന റെക്റ്റാങ്കിളിൽ ചെറിയ കോർഡിനേറ്റ് എപ്പോഴും ഇവിടെ ഇരിക്കും. ഓക്കെ, ഈ ലെഫ്റ്റ് ബോട്ടം സൈഡിൽ ലെഫ്റ്റ് ബോട്ടം വേർട്ടസ് ആയിരിക്കും എപ്പോഴും ചെറിയ കോർഡിനേറ്റ്, റൈറ്റ് ടോപ്പ് വേർട്ടസ് ആയിരിക്കും എപ്പോഴും എന്ത് വലിയ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളതിലിപ്പോൾ 4 കോർഡിനേറ്റ്സും ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുതാരാ നമുക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി. ഏറ്റവും ചെറുതും ഏറ്റവും വലുതും കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞേ, ആരായിരിക്കും ഇതിൽ ഏറ്റവും ചെറിയ ആൾ? നമുക്ക് നോക്കാം, എക്സ് കോർഡിനേറ്റ് നോക്കാം. എക്സ് കോർഡിനേറ്റ് -4 5 ശരിയല്ലേ? -4 5 ആണ് എക്സ് കോർഡിനേറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആരാ ചെറുത്? -4 ആണോ 5 ആണോ? -4 ആണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇവരെ മാത്രം നോക്കിയാൽ ഇതിലാരോ ആണ് ചെറിയ ആൾ. ഓക്കെ അല്ലേ? ഇനി വൈ കോർഡിനേറ്റ് നോക്കാം. വൈ കോർഡിനേറ്റ് 2ഉം അതേപോലെ തന്നെ -3ഉം വന്നിട്ട് 2ഉം വന്നിട്ട് -3. ആരാ ചെറുത്? -3 ആണ് ചെറുത്. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് എന്ത്, ചെറിയ കോർഡിനേറ്റ്, അല്ലെങ്കിൽ ആ ഒരു കോർഡിനേറ്റ് ആണ് ഈ കൂട്ടത്തിൽ ചെറുത്. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഈ ലെഫ്റ്റ് ബോട്ടം സൈഡിൽ വരുന്നത് -4, -3. ക്ലിയർ അല്ലേ? ഇനി വലിയ കോർഡിനേറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വലിയ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 5 ആണ് വലുത്. ശരിയല്ലേ? ഇനി വൈ കോർഡിനേറ്റ് നോക്കിക്കഴിഞ്ഞാൽ -3 ഉണ്ട്, 2 ഉണ്ട്. ആരാ വലുത്? 2 ആണ് വലുത്. ഓക്കെ, അപ്പോൾ 5,2 എന്ന് പറയുന്നതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ കോർഡിനേറ്റ്. അതായിരിക്കും ഇവിടെ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ 2 കോർഡിനേറ്റ്സ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള 2 കോർഡിനേറ്റ്സും കൂടി കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണം. അത് വളരെ സിമ്പിളാണ്. ഓക്കെ, നോക്കിയേ, ഈ ലൈൻ എന്താ, എക്സ് ആക്സിനോട് പാരലൽ അല്ലേ? അപ്പോൾ എന്ത് സെയിം ആയിരിക്കും? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഈ ലൈനിൽ എവിടെ പോയിന്റ് എടുത്താലും വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഈ ലൈനിലെ ഒരു വൈ കോർഡിനേറ്റ് ആണ് -3. അപ്പോൾ ഇവിടെയും എത്ര തന്നെയായിരിക്കും? -3 തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ എന്താ, വൈ ആക്സിസിനോട് പാരലല്ലേ? അപ്പോൾ എന്ത് സെയിം ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഈ ലൈനിലെ എക്സ് കോർഡിനേറ്റ് 5 ആണ്. അപ്പോൾ ഇവിടെയും എത്ര തന്നെയായിരിക്കും? 5 തന്നെ. അപ്പോൾ 5, -3 ആണ്. 5, -3 എന്ന് പറയുന്ന പോയിന്റാണ് ഇത്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഈ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിനോട് പാരലലാണ്. അപ്പോൾ എന്ത് സെയിം ആയിരിക്കും? വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ വൈ കോർഡിനേറ്റ് ഇവിടുത്തെ 2 ആണ്. ഈ ലൈനിലെ വൈ കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ ഇവിടെയും 2 തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ലൈൻ എടുത്തു കഴിഞ്ഞാൽ, ഈ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തിനോട് പാരല? വൈ ആക്സിസിനോട് പാരലാണ്. അപ്പോൾ എന്ത് സെയിം ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഈ ലൈനിലെ എക്സ് കോർഡിനേറ്റ് എത്ര? -4 ആണ്. അപ്പോൾ ഇവിടെയും എത്ര തന്നെയായിരിക്കും? -4 ആയിരിക്കും. 4 വേർട്ടെക്സും കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തില്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത്തും കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ഓക്കെ, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്താൽ മതി. അതിപ്പോൾ ഓൾറെഡി നമ്മൾ 2-3 വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് 3,2 is a point on the circle with center as origin. ഓക്കെ, ഒരു സർക്കിളിൻ്റെ ചോദ്യമാണ്. ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒറിജിനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെൻറ്റർ ഒറിജിൻ എന്ന് പറയുമ്പോൾ ആക്സസുകളുടെ ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് സർക്കിൾ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്താണ്? ഒറിജിനാണെന്ന് നമുക്കറിയാം. ഒറിജിനാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഒറിജിൻ്റെ കോർഡിനേറ്റ് എത്രയാണ്? 0,0 ആണ്. ഓക്കെ അല്ലേ? ആൻഡ് 3,2 ഇസ് എ പോയിന്റ് ഓൺ എ സർക്കിൾ. 3,2 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 3,2 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? കോർഡിനേറ്റ് എന്ന സർക്കിളിൽ ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഇവിടെയാണ് 3,2 എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, അത് സർക്കിളിലെ ഒരു പോയിന്റാണ്. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുക? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ സർക്കിളിൽ എന്ത് കണ്ടുപിടിക്കുക? റേഡിയസ് കണ്ടുപിടിക്കുക. റേഡിയസ് എന്ന് പറയുന്നത് ഇത് റേഡിയസ് അല്ലേ? ഓക്കെ, നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അത് റേഡിയസ് സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേഡിയസ്. അപ്പോൾ ഇത് റേഡിയസ് കണ്ടുപിടിച്ചുകൂടെ? എന്ത് ചെയ്താൽ മതി? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം റേഡിയസ്. ഓക്കെ, √(x1 - x2) plus y1 - y2 . ഓക്കെ അല്ലേ? അപ്പോൾ
x1 മൈനസ് x2 നമുക്ക് ഇയാളെ x1 എന്നും y1 എന്നും ഇതിനെ x2 y2 ആയിട്ട് എടുക്കാം. ഓക്കെ, x1 മൈനസ് x2 എന്ന് പറയുമ്പോൾ 3 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 എന്ന് പറയുമ്പോൾ 2 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 3 മൈനസ് 0 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ പ്ലസ് 2 മൈനസ് 0 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ. റൂട്ട് ഓഫ് 9 പ്ലസ് 4. ഓക്കെ അല്ലേ? 9 പ്ലസ് 4 എന്ന് പറയുമ്പോൾ റൂട്ട് 13 കിട്ടും. റൂട്ട് 13 വാല്യൂ ഹോൾ നമ്പർ ആയിട്ട് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ തന്നെ വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ റേഡിയസ് എത്രയാണ്? ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? റൂട്ട് 13 ആണ്. ക്ലിയർ അല്ലേ? ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ബി ക്വസ്റ്റിൽ ചോദിക്കുന്നത് റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്സ് വേർ ദ സർക്കിൾ കട്ട് ദ ആക്സിസ്. ഈ സർക്കിൾ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ അല്ലേ? ഏതാണ് ആക്സിസ്? ഇതല്ലേ നമ്മുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതേപോലെ തന്നെ എക്സ് ഡാഷും വൈ ഡാഷും. ഓക്കെ, അപ്പോൾ ഈ സർക്കിൾ ഈ ആക്സിസുകളെ കട്ട് ചെയ്ത പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 പോയിന്റുകൾ, ഓക്കെ, ഈ 4 പോയിന്റുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് റേഡിയസ് അല്ലേ? അപ്പോൾ ഇത് എത്രയാണ്? നമ്മൾ ഓൾറെഡി റേഡിയസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, റൂട്ട് 13. അപ്പോൾ ഇതും റൂട്ട് 13 അല്ലേ? അപ്പോൾ നോക്കിയേ, ഒറിജിനിൽ നിന്ന് എക്സിൻ്റെ ഡയറക്ഷനിലേക്ക് റൂട്ട് 13 യൂണിറ്റ്സ് പോയി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏത് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും? ഒറിജിനിൽ നിന്ന് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൂട്ട് 13 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് 13 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തുക. അപ്പോൾ ഇത് എത്രയാണ്? റൂട്ട് 13, എക്സ് റൂട്ട് 13. ഇനി എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് എത്രയാണ്? 0 ആണ്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ സിമിലർ ആയിട്ട് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പുറത്തോട്ടും എത്ര യൂണിറ്റ് ട്രാവൽ ചെയ്തു? ഇതും റേഡിയസ് തന്നെ അല്ലേ? അപ്പോൾ എത്ര യൂണിറ്റ് ട്രാവൽ ചെയ്തു? റൂട്ട് 13 യൂണിറ്റ്സ് ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒറിജിനൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ എക്സ് ഡയറക്ഷനിലേക്കാണ് വേണ്ടിയിട്ട് എക്സ് എത്ര വരും? മൈനസ് റൂട്ട് 13 വരും. ഓക്കെ അല്ലേ? കോമ വൈ എക്സ് ആക്സിലെ പോയിന്റ് ആയതുകൊണ്ട് വൈ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കി 2 പോയിന്റുകളും കൂടി കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഈ ഒരു പോയിന്റ് എന്താ? ഈ ഒരു ഡിസ്റ്റൻസ് 0യിൽ നിന്ന് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എത്ര യൂണിറ്റ്സ് പോയിട്ടുണ്ടാവും? ഇതും റേഡിയസ് തന്നെ അല്ലേ? അപ്പോൾ ഇവിടെയും റൂട്ട് 13 യൂണിറ്റ്സ് തന്നെ എന്ത് ചെയ്യണ്ടാവും? പോയിട്ടുണ്ടാവും. പക്ഷെ വൈൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ വൈ ആക്സിസ് ആയിരിക്കും ചേഞ്ച് ആവണത്. വൈ ആക്സിസ് എത്ര വരും? റൂട്ട് 13 വരും. ഓക്കെ അല്ലേ? വൈ ആക്സ് ആയതുകൊണ്ടിട്ട് എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0, റൂട്ട് 13 എന്നൊരു പോയിന്റിലായിരിക്കും എത്തുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ സിമിലർ ആയിട്ട് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എത്ര യൂണിറ്റ്സ് പോയി? റേഡിയസ് ട്രാവൽ ചെയ്തു, അതായത് റൂട്ട് 13 യൂണിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? 0യിൽ നിന്ന് തുടങ്ങി റൂട്ട് 13 യൂണിറ്റ്സ് പോകുമ്പോൾ റൂട്ട് 13 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ വൈ ആക്സിസിൻ്റെ ഡയറക്ഷൻ ആയിട്ട് വൈ എത്രയാണ്? റൂട്ട് 13. പക്ഷേ അടിയിലേക്കാണ് പോയേക്കണത് അല്ലേ? അപ്പോൾ വൈ ആക്സ് അടിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ആയിരിക്കും വരും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് റൂട്ട് 13 എക്സ് കോർഡിനേറ്റ് എത്രയാണ്? വൈ ആക്സ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 0. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ഈ സർക്കിൾ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? റൂട്ട് 13, 0, മൈനസ് റൂട്ട് 13, മൈനസ് റൂട്ട് 13, 0, റൂട്ട് 13. ഈ പോയിന്റുകളിലൊക്കെ വെച്ചിട്ടാണ് ഈ സർക്കിൾ ആക്സിസുകളെ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നുണ്ടാ? സോറി, ഓക്കെ സാർ ഒന്നുകൂടി ആ ഫിഗർ വരക്കാടാ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ, ആക്സസ് ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് റേഡിയസ് ഒക്കെ കിട്ടിയതാണ്. റേഡിയസ് എത്രയാണ്? റൂട്ട് 13 ആണെന്നൊക്കെ കിട്ടിയിട്ടുണ്ടായി. ഓക്കെ, 0,4 അതേപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് 2,3. ഓക്കെ, റൈറ്റ് ദ പൊസിഷൻ ഓഫ് ദി പോയിന്റ്സ് എക്സ് 0,4, വൈ 2,3 വിത്ത് റെസ്പെക്ട് ടു ദ സർക്കിൾ. ഓക്കെ അല്ലേ? 0,4 അതേപോലെ തന്നെ 2,3 എന്ന് പറയുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് എവിടെ വരും? ഓക്കെ, സർക്കിളിൻ്റെ അകത്ത് വരും. വിത്ത് റെസ്പെക്ട് ടു ദ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സർക്കിളിൻ്റെ ഇൻസൈഡ് ആണോ, സർക്കിളിൻ്റെ ഔട്ട്സൈഡ് ആണോ, അല്ലെങ്കിൽ ഓൺ ദ സർക്കിൾ ആണോ, സർക്കിളിൻ്റെ മേലെയാണോ എന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഒരു പോയിന്റ് സർക്കിളിൻ്റെ അകത്തോ പുറത്തോ ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കി? ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഞാൻ ഇവിടെ ഇട്ടു. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ വേണം നമുക്ക് ഇപ്പുറത്തൊരു പോയിന്റ് ആയിട്ടുണ്ട് സർക്കിൾ. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് കണ്ടാലറിയാം ഈ പോയിന്റ് എന്താണ്, സർക്കിളിൻ്റെ പുറത്താണ്. ഇത് എങ്ങനെ നമുക്ക് പുറത്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു പോയിന്റിലേക്ക്, സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് റേഡിയസിനേലും എന്താണ്, കൂടുതലാണ്. ശരിയല്ലേ? നമ്മുടെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരെ വരുള്ളൂ, റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് വരെ വരുള്ളൂ. പക്ഷേ റേഡിയസിനേലും കൂടുതൽ വന്നാലേ, റേഡിയസിനും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലേ സർക്കിളിൻ്റെ പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതേപോലെ ഞാൻ ഇപ്പോൾ അകത്തൊരു പോയിന്റ് ഇട്ടു, ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ശരിയല്ലേ? അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് റേഡിയസിനേലും എന്താണ്, കുറവാണ്. റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരെ മുഴുവൻ അല്ലേ, റേഡിയസിനും കുറവ് ദൂരം ട്രാവൽ ചെയ്തിട്ടുള്ളെങ്കിൽ അത് സർക്കിളിൻ്റെ അകത്തായിരിക്കും. ശരിയല്ലേ? ഇനി ഞാൻ സർക്കിളിൽ ഒരു പോയിന്റ് ഇട്ട്, അപ്പോൾ ഈ ഒരു ദൂരം എന്ന് പറയുന്നത് എന്താ, റേഡിയസ് തന്നെയാണ്. ശരിയല്ലേ? അപ്പോൾ റേഡിയസിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഒരു ഓൺ ദ സർക്കിളാണെന്ന് പറയാം. ക്ലിയർ അല്ലേ? നമുക്ക് ഈ 0,4, 2,3 എന്ന് പറയുന്ന പോയിന്റുകൾ സർക്കിളിൻ്റെ അകത്ത് വരുമോ, പുറത്ത് വരുമോ, അല്ലെങ്കിൽ ഓൺ ദ സർക്കിൾ വരുമോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, സെൻറ്ററും ഈ പോയിന്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് റേഡിയസുമായിട്ട് എന്ത് ചെയ്ത് നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. ശരിയല്ലേ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്കറിയാം സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ഒറിജിനൽ ആയിട്ട് 0,0 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒറിജിനും, ഓക്കെ, നമുക്ക് ഇതിനെ O എന്ന് വിളിക്കാം. ഓയും അതേപോലെ തന്നെ ഫസ്റ്റത്തെ പോയിന്റ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? √(x1 - x2) the whole square plus y1 - y2 the whole square is equal to √(x1 - x2). നമുക്ക് ഇതിന് നമുക്ക് x1 എന്ന് എടുക്കാം, എക്സിന് നമുക്ക് x1 y1 എന്ന് എടുക്കാം, ഇതിന് നമുക്ക് x2 y2 എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ 0 - 0 the whole square plus y1 - y2 എന്ന് പറയുമ്പോൾ 4 - 0 the whole square is equal to 0 - 0 0 square, 4 - 0 4 square is equal to √16, അതായത് √16 അതായത് 4. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി OX, അതായത് ഓയും എക്സും തമ്മിലുള്ള, സെൻറ്ററും ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 ആണ്, 4 യൂണിറ്റ്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതേപോലെ എന്ത് കണ്ടുപിടിക്കാം, വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, സെൻറ്ററിൽ നിന്ന് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. OY കണ്ടുപിടിച്ചോ. നമുക്ക് ഇയാൾ x1 x2 എന്ന് എടുക്കുക, y1 x1 y1 എന്ന് എടുക്കുക, ഇതിന് നമുക്ക് x2 y2 എന്ന് തന്നെ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ x1 - x2 2 - 0 the whole square plus y1 - y2 3 - 0 the whole square is equal to √2 - 0 the whole square എന്ന് പറയുമ്പോൾ 2 square plus 3 - 0 the whole square 3 square. 2 square എന്ന് പറയുമ്പോൾ 4 plus 3 square എന്ന് പറയുമ്പോൾ 9, √13 കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് OXും OYയും കിട്ടി. ഇനി ഇവർ എവിടെയാണെന്ന് പറയാം അല്ലേ, ഓൺ ദ സർക്കിൾ ആണോ, ഇൻസൈഡ് ദ സർക്കിൾ ആണോ, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പറയാം. നോക്കിയേ, നമുക്ക് സെൻറ്ററിൽ നിന്ന് ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം അല്ലേ, സെൻറ്ററിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം നമുക്ക് കിട്ടിയ എത്രയാണ്? 4 ആണ്. ശരിയല്ലേ? 4 യൂണിറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ നമുക്കറിയാം റേഡിയസ് എത്രയാണ്? √13 ആണ്. റേഡിയസ് √13 ആണ്, ഈ ഡിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ ഇവരെ കമ്പയർ ചെയ്ത് നോക്കാം. എങ്ങനെ കമ്പയർ ചെയ്യും? √13 ആണോ 4 ആണോ, വലുതാണ്, ഏതാണ് വലുത്, ഏതാണ് ചെറുതെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും. നമുക്ക് ഒരു നമ്പർ ഇറാഷണൽ നമ്പറാണ്, റൂട്ടുള്ള നമ്പറും മറ്റേത് ഒരു ഹോൾ നമ്പറാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 4നെ എന്ത് ചെയ്യുക, റൂട്ടാക്കി മാറ്റുക. 4നെ എന്താക്കുക, ഒരു ഇറാഷണൽ അല്ലെങ്കിൽ റൂട്ടായിട്ടുള്ള നമ്പറായിട്ട് മാറ്റാം. 4 എന്ന് പറയുന്നത് എന്താ, √16 അല്ലേ. ഓക്കെ അല്ലേ? 4 നമുക്ക് √16 എഴുതാലോ. ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമല്ലേ, √16 ആണോ √13 ആണോ വലുത്, ഏതാ വലുത്? √16 ആണ് വലുത്. ശരിയല്ലേ? അതായത് OX എന്ന് പറയുന്ന ദൂരം, എക്സിലേക്കുള്ള, സെൻറ്ററിൽ നിന്ന് എക്സിലേക്കുള്ള ദൂരം റേഡിയസിനെ കാട്ടിയും എന്താണ്, കൂടുതലാണ്. അതിനർത്ഥം എക്സ് എന്ന് പറയുന്ന പോയിന്റ് എന്താ, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്, ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ അല്ലേ? ഇനി OY, ഓയിൽ നിന്ന്, സെൻറ്ററിൽ നിന്ന് വൈയിലേക്കുള്ള പോയിന്റ് ദൂരം നമുക്ക് കിട്ടിയത് √13. ശരിയല്ലേ? അപ്പോൾ റേഡിയസിനോട് ഈക്വൽ അല്ലേ, റേഡിയസ് എത്രയാണോ ട്രാവൽ ചെയ്ത് അത്രയും ദൂരം തന്നെയാണ് ഈ OY എന്ന് പറയുന്ന പോയിന്റ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് Y എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്ന് പറയാം, ഓൺ ദ സർക്കിൾ ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം എല്ലാ കൊല്ലവും കാണാറുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഓൺ എ ലൈൻ പാരലൽ ടു ദ y ആക്സിസ് ആർ -3,4. ഓക്കെ, നമുക്കിതൊന്ന് വരച്ച് നോക്കാം. ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഓൺ എ ലൈൻ പാരലൽ ടു y ആക്സിസ്. ഓക്കെ,
ഞാൻ ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുന്നു, അതേപോലെ തന്നെ വൈ ആക്സിസും വരയ്ക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ലൈൻ ഉണ്ട്, ആ ലൈൻ എന്താ പാരലൽ ടു വൈ ആക്സിസ് വരക്കാം. വൈ ആക്സിസിനോട് പാരലലാണ് അല്ലേ? ഇതാണ് വൈ ആക്സിസ്. വൈ ആക്സിനോട് പാരലലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ഓക്കെ അല്ലേ? ഈ ലൈനിലെ കോർഡിനേറ്റ്സ്, ഈ ലൈനിലെ ഒരു പോയിന്റ് ആണ് എന്ത്, -3,4. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, -3,4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ലൈൻ ആൻഡ് ദ വൈ ആക്സിസ്? ഈ ലൈനും വൈ ആക്സിസും തമ്മിലുള്ള ദൂരം എത്രയാണ്? ഓക്കെ, ഈ ലൈനും നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു ലൈനും അതേപോലെ തന്നെ നമ്മുടെ വൈ ആക്സിസും തമ്മിലുള്ള ദൂരം എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ആദ്യം ഈ പോയിന്റുകൾ, ഈ ലൈനിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒക്കെ എവിടെയാണ്, ഏത് പോയിന്റിലോട്ടാണ് കാണിക്കുന്നത് നമുക്കൊന്ന് ഇതാ. ഓക്കെ, ഇവിടെ -3 അല്ലേ, അതിൻ്റെ അർത്ഥം ഈ പോയിന്റിന് നേരെ അടിയിൽ വരുന്ന എക്സ് കോർഡിനേറ്റ് എത്രയാണ്, -3 ആണ്. എക്സ് ആക്സിലെ പോയിന്റ് എത്രയാണ്, -3 ആണ്. ഇവിടെ y4 അല്ലേ, അതിനർത്ഥം ഈ പോയിന്റിന് നേരെ വരുന്ന വൈ ആക്സിസിൻ്റെ പോയിന്റ് എത്രയാണ്, 4 ആണ്. ശരിയല്ലേ? അപ്പോൾ നോക്കാം, നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. വൈ ആക്സിസുമായിട്ടുള്ള ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയല്ലേ ഈ ഒരു ഡിസ്റ്റൻസും. ഓക്കെ അല്ലേ? ഈ രണ്ട് ഡിസ്റ്റൻസ് സെയിം അല്ലേ? നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒറിജിനാണ്, 0 ആണ് അല്ലേ? 0യിൽ നിന്ന് എത്ര യൂണിറ്റ്സ് പോയിട്ടുണ്ട്, -3 വരെയും പോയിട്ടുണ്ട്. അപ്പോൾ 3 യൂണിറ്റ്സ് ആയിരിക്കില്ലേ പോയിട്ടുണ്ടാവുക. 0യിൽ നിന്ന് -3 വരെയും പോയിട്ടുണ്ടെങ്കിൽ 3 യൂണിറ്റ്സ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, 3 ആണ്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? 3 യൂണിറ്റ്സ് ആണ് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് വേർ ദിസ് ലൈൻ മീറ്റ്സ് ദ എക്സ് ആക്സിസ്. ഈ ലൈൻ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ, ഈ ലൈൻ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ എക്സ് ആക്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, എക്സ് ആക്സുമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എത്രയാണെന്ന് ഇതാ. സിമ്പിൾ അല്ലേ? ഓക്കെ, എത്രയാ, എക്സ് ആക്സ് -3, എക്സിന്റെ പോയിന്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, -3 ആണ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ് -3, എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ആയതുകൊണ്ട് വൈ എത്രയാണ്, 0. അപ്പോൾ -3,0 എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇവിടെ ആൻസർ ചെയ്തൊന്നുമില്ല കേട്ടോ. വൈ ആക്സിസിൻ്റെ മായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ്സ് ആണ്. ഓക്കെ, എക്സ് ആക്സിസുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് -3,0 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഓക്കെ അല്ലേ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്? ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏത് രണ്ട് പോയിന്റ്, -3,0യും അതേപോലെ തന്നെ -3, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്താ ഡിസ്റ്റൻസ് ഫോർമുല? √(x1 - x2) + y1 - y2 is equal to √(x1). നമുക്ക് ഇയാളെ x1 x2 y1 എന്ന് എടുക്കാം, ഇയാളെ x2 y2 എന്ന് എടുക്കാം. ഓക്കെ, എന്ന് പറഞ്ഞേ -3 - -3² plus y1 - y2, 0 - 4² is equal to √(-3) - പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ +3² plus 0 - 4 എന്ന് പറയുമ്പോൾ -4. ഓക്കെ അല്ലേ? -4² -3 + 3 എന്ന് പറയുമ്പോൾ എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. ശരിയല്ലേ? 0² plus -4² എന്ന് പറയുമ്പോൾ 16 is equal to √16 is equal to എത്ര തന്നെ, 4. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് കിട്ടി, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം നമുക്ക് എത്രയാണെന്ന് കിട്ടി, 4 യൂണിറ്റ്സ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ സി ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാം 4 യൂണിറ്റ്സ്. ഓക്കെ, സാർ ഒന്നുകൂടി ആ ഫിഗർ ഒന്ന് മെനക്ക് വരക്കണേ കേട്ടോ. ഓക്കെ, കുറച്ചിൽ പറഞ്ഞിരുന്നത് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. വൈ ആക്സിനോട് പാരലലായിട്ട് ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ ഒരു പോയിൻ്റാണ് -3,4. ഓക്കെ, ഇതിവിടെ കൂട്ടിമുട്ടുന്നത് -3 എന്ന് പറയുന്ന പോയിന്റിലാണ്, ഇവിടെ മുട്ടുന്നത് 4 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഈ ഡിസ്റ്റൻസ് 4 ആണ്, ഈ ഡിസ്റ്റൻസ് 3 ആണെന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 2 more points on this line which are 5 units from this point. അല്ലേ, ഈ ഒരു ലൈനിൽ നമുക്ക് ആ ലൈൻ മാത്രമായിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു ലൈനിൽ
2 പോയിന്റ്സ് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 2 more പോയിന്റ്സ്. ഈ ഒരു ലൈനിൽ 2 പോയിന്റ്സ് കൂടി എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എങ്ങനത്തെ 2 പോയിന്റ്സ് വിച്ച് ആർ 5 യൂണിറ്റ്സ് ഫ്രം ദ പോയിന്റ് -3,4. -3,4 എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് 5 യൂണിറ്റ്സ് ദൂരത്തിലുള്ള 5 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലുള്ള മറ്റ് 2 പോയിന്റുകളും കൂടി എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ ലൈൻ മാത്രമായിട്ടൊന്ന് വരക്കാം അല്ലേ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ ആ ലൈനായിട്ട് മാത്രം വരക്കണേ ഞാൻ. അതിലൊരു പോയിൻ്റാണ് -3,4. ഈ ലൈനിലെ 2 പോയിന്റുകളും കൂടി കണ്ടുപിടിക്കണം. പക്ഷേ ആ 2 പോയിന്റുകളും ഈ പോയിന്റിൽ നിന്ന് -3,4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 5 യൂണിറ്റ്സ് ദൂരത്തിലായിരിക്കാം. ഒന്ന് പറഞ്ഞേ, ഇവിടെ നിന്ന് 5 യൂണിറ്റ്സ് പോയി. ഓക്കെ അല്ലേ? 5 യൂണിറ്റ്സ് മാറിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് നമുക്കറിയാം y ആക്സിസിനോട് പാരലായിരുന്നു, ശരിയല്ലേ? y ആക്സിസിനോട് പാരലായിട്ടുള്ള ഒരു ലൈനായിരുന്നു. അപ്പോൾ y ആക്സിസിനോട് പാരലായിട്ടുള്ള ഒരു ലൈൻ ആയതുകൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ് 5 യൂണിറ്റ്സ് മാറിയിട്ടുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ വൈൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ ആര് മാത്രം ചേഞ്ച് ആവുള്ളൂ? y ആക്സിസ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. എക്സ് കോർഡിനേറ്റിൽ എന്ത് വരൂല? ചേഞ്ച് വരൂല. ഓക്കെ, എക്സ് കോർഡിനേറ്റ് എത്ര തന്നെ -3 ആണ്. y കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ആവും, കാരണം y ആക്സിസിൻ്റെ ഡയറക്ഷൻ അടിയിലോട്ടാണ്. അടിയിലോട്ട് എന്ന് പറയുമ്പോൾ y ആക്സിസിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ y ആക്സിസ് എത്രയാവും? 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അടിയിലേക്ക് പോവാം. 4ൽ നിന്ന് അടിയിലേക്ക് വരിക, കുറക്കുക. എത്രയാണ്? 4 ആൻഡ് 3 അല്ലേ? 2 1 0 -1. ഓക്കെ, അപ്പോൾ 4ൽ നിന്ന് 5 യൂണിറ്റ്സ് അടിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം 3 2 1 0 -1. അപ്പോൾ y കോർഡിനേറ്റ് എത്ര? -1 എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തും. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് 5 യൂണിറ്റ്സ് മാറി മുകളിലേക്ക് ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. 5 യൂണിറ്റ്സ് മാറി മുകളിലേക്ക് ഒരു പോയിന്റ് ഇത്. ഓക്കെ അല്ലേ? അപ്പോഴും നമ്മൾ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ വൈൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ എക്സിൽ എന്തില്ല, ചേഞ്ച് ഇല്ല. എക്സ് ഇവിടെയും എന്ത് തന്നെയായിരിക്കും? -3 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? y കോർഡിനേറ്റ് എത്രയാകും? 4ൽ നിന്ന് തുടങ്ങി 5 യൂണിറ്റ്സ് മുകളിലേക്ക്. അപ്പോൾ മുകളിലോട്ട് എണ്ണം 4 ആൻഡ് 5 6 7 8 9. ഓക്കെ അല്ലേ? -3,9 എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഈ 2 പോയിന്റുകളാണ് ഈ -3,4ൽ നിന്ന് 5 യൂണിറ്റ്സ് ഡിസ്റ്റൻസിലുള്ള 2 പോയിന്റുകൾ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. M is a point on x axis equal distance from the points -2,3 and 5,4. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് M is a point on x axis. നമ്മുടെ x ആക്സിസ് ഉണ്ട്. ഓക്കെ, x ആക്സിസിലെ ഒരു പോയിന്റ് ആണ് എന്ത്? M. x ആക്സിസിലെ ഒരു പോയിന്റ് ആണ് M. ഓക്കെ, ഈ M എന്ന് പറയുന്നത് EQ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ്സ് -2,3 ആൻഡ് 5,4. -2,3 എന്ന് പറയുന്ന ഒരു പോയിന്റുമുണ്ട്. -2,3 എന്ന് പറയുന്ന ഒരു പോയിന്റുമുണ്ട്. അതേപോലെ തന്നെ 5,4 എന്ന് പറയുന്ന ഒരു പോയിന്റുമുണ്ട്. ഈ 2 പോയിന്റുകളിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് ആര്? M. ഓക്കെ അല്ലേ? അതായത് ഈ ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് എക്സ് കോർഡിനേറ്റ് ഓഫ് M is A, M എന്ന് പറയുന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? A എന്ന് വിളിച്ചാൽ വാട്ട് ഈസ് ഇറ്റ്സ് y കോർഡിനേറ്റ്? അതിൻ്റെ y കോർഡിനേറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം M ഓൾറെഡി ക്വസ്റ്റിൽ പറഞ്ഞിട്ട് M is a point on x ആക്സിസ്. M എന്താണ്? എക്സ് ആക്സിസിലൊരു പോയിന്റാണ്. നമ്മൾ പല പ്രാവശ്യമായിട്ട് ഓൾറെഡി പറഞ്ഞതാണ്. എക്സ് ആക്സിസിലൊരു പോയിന്റ് എടുത്താൽ അതിൻ്റെ y കോർഡിനേറ്റ് 0യും അതേപോലെ തന്നെ y ആക്സിസിലൊരു പോയിന്റ് എടുത്താൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0യും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് ഇതൊരു എക്സ് ആക്സിസിലെ പോയിന്റ് ആണ് M എന്ന് പറയുന്നത്. അപ്പോൾ y കോർഡിനേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ A ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് M എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എന്ന് വിളിക്കാം? A,0 എന്ന് വിളിക്കാം. ഓക്കെ, A,0 എന്ന് വിളിക്കാം. ഇനി ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് M. അങ്ങനെയാണെങ്കിൽ M എന്ന് പറയുന്ന ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഹിൻ്റാണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണ് എന്നല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ആ ഒരു ഹിൻ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനെ A എന്ന് വിളിക്കാം. ഈ ഒരു പോയിന്റിനെ A എന്നും ഈ ഒരു പോയിന്റിനെ B എന്നും വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നമുക്കറിയാം AM-ഉം അതേപോലെ തന്നെ BM-ഉം എന്താണ്? ഈക്വൽ ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം AM is equal to BM. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്.
ഇനി എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാമല്ലോ. ഒന്ന് പറഞ്ഞ √(x1 - x2 the whole square plus y1 - y2 the whole square is equal to bm കണ്ടുപിടിക്കാനും bm എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കും. അപ്പോൾ x1 - x2 the whole square plus y1 - y2 the whole square. ഓക്കെ അല്ലേ? അപ്പോൾ √(x1 - x2) ഇവിടെ നമുക്ക് ഇയാളെ x1 y1 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് x2 y2 എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് x1 y1 എന്ന് വിളിക്കാം, കാര്യം കുറച്ചും കൂടി കൺവീനിയൻറ്റ്. ഇതിനെ നമുക്ക് x2 y2 എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ x1 - x2 എന്ന് പറയുമ്പോൾ a - -2 the whole square plus y1 - y2 0 - 3 the whole square is equal to √() ഇനി നമുക്ക് bm അല്ലേ, bm എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് വേണ്ട, bmൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇയാളെ ഇത് x1 y1 തന്നെ, ഇതിനെ നമുക്ക് എന്ന് വിളിക്കാം x2 y2 എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ a - 5 the whole square plus y1 - y2 എന്ന് പറയുമ്പോൾ 0 - 4 the whole square. ഓക്കെ അല്ലേ? നമ്മൾ ചെയ്യുമ്പോൾ √(a - -2 the whole square). ഓക്കെ, നെഗറ്റീവ് കൂടി എന്താവും? പ്ലസ് ആവും. a + 2 the whole square പ്ലസ് 0 - 3 the square എന്ന് പറയുമ്പോൾ -3 square is equal to √(a - 5 the whole square പ്ലസ് 0 - 4 the square എന്ന് പറയുമ്പോൾ -4 square. ഓക്കെ അല്ലേ? √(a + 2 the whole square പ്ലസ് -3 the square എന്ന് പറയുമ്പോൾ 9 is equal to √(a - 5 the whole square പ്ലസ് -4 the square എന്ന് പറയുമ്പോൾ 16. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ രണ്ട് സ്ഥലത്ത് റൂട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി അപ്പുറത്തോട്ടും കൊണ്ടുപോയി എന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും എന്തെടുക്കുക? സ്ക്വയർ എടുക്കുക. ഈക്വൽ ടു രണ്ട് സൈഡിൽ നമ്മൾ എന്തെടുക്കുന്നതാണ്? സ്ക്വയർ എടുക്കുക. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്ക്വയറും റൂട്ടും അങ്ങോട്ട് എന്തായി പോയിക്കോളും? ക്യാൻസലായി പോയിക്കോളും. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി ആര് മാത്രമാവും? a + 2 the whole square is plus 9 is equal to a - 5 the whole square plus 16. ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്യാൻ പറ്റുക? a + 2 the whole square അല്ലേ? a + 2 the whole square എന്ന് പറയുമ്പോൾ എന്തുപോലെ ഉണ്ട്? a + b നമ്മൾ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. a + b the whole square എന്ന് പറയുന്ന ഐഡന്റിറ്റി അല്ലേ? എന്താ? a² + 2ab + b². ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാല. a + b the whole square ഐഡന്റിറ്റി എക്സ്പാൻഷൻ ആണ് ഇത്. ഓക്കെ, ഇവിടെ a + bക്ക് പകരം ഇവിടെ എന്താ? a + 2 ആണ്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടേം എന്താ? a² അല്ലേ? അപ്പോൾ ഇവിടെയും a² പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു a ഇൻറ്റു ബിക്ക് പകരം ഇവിടെ എന്താ? 2 ആണ് അല്ലേ? 2 ഇൻറ്റു a ഇൻറ്റു 2 പ്ലസ് അടുത്ത ടേം എന്താ? b² അല്ലേ? ബിക്ക് പകരം ഇവിടെ 2 ആണ്, അപ്പോൾ 2². ഓക്കെ അല്ലേ? പ്ലസ് 9. ഓക്കെ അല്ലേ? ഈ 9 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇസ് ഈക്വൽ ടു ഇനി അടുത്തത് a - 5 the whole square അല്ലേ? അടുത്ത് a - 5 the whole square. a - 5 the whole square എന്ന് പറയുന്നത് എന്തുപോലെയാണ്? a - b the whole square പോലെയല്ലേ? നമ്മൾ അതിൻ്റെ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. a² - 2ab + b² എന്നാണ്. ഇതേപോലെ അവിടെയും എക്സ്പാൻഡ് ചെയ്തുകൂടെ? ആദ്യം എന്താ? a² എന്ന് പറയുമ്പോൾ ഇവിടെയും a തന്നെയാണ്. അപ്പോൾ a² പ്ലസ് അടുത്ത എന്താ? -2ab ആണ്. ഓക്കെ, അപ്പോൾ -2a 2 ഇൻറ്റു a ഇൻറ്റു ബിക്ക് പകരം ഇവിടെ ആരാ? ബിക്ക് പകരം ഇവിടെ ആരാ? 5 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു a ഇൻറ്റു 5. ഇനി അടുത്തെന്താ? പ്ലസ് b². അടുത്ത ടേം എന്താ? പ്ലസ് b². ഓക്കെ, അപ്പോൾ പ്ലസ് b² പകരം ഇവിടെ ആരാ? 5 ആണ്. അപ്പോൾ 5². ഓക്കെ അല്ലേ? പ്ലസ് 16 കൂടി ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ ഭയങ്കര വലിയ ഇക്വേഷനൊക്കെ ആയിട്ട് തോന്നും. വളരെ സിമ്പിളാണ്, നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ a² പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 4 കൂടി ഒരു a, അപ്പോൾ 4a പ്ലസ് 2² എന്ന് പറയുമ്പോൾ 4 പ്ലസ് 9 ഇസ് ഈക്വൽ ടു a² മൈനസ് 2 ഇൻറ്റു a ഇൻറ്റു 5. 2 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 10 കൂടി a. ഓക്കെ അല്ലേ? 10a പ്ലസ് 5² എന്ന് പറയുമ്പോൾ 25 പ്ലസ് 16. ഓക്കെ അല്ലേ? ഇനി ഈക്വൽ ടു അപ്പുറത്തും ഇപ്പുറത്തും നമുക്കറിയാം സെയിം ആയിട്ട് സെയിം സൈൻസും സെയിം വാല്യൂസും ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു a² ഉണ്ട്, ഇവിടെയും ഒരു a² ഉണ്ട്. ഈക്വൽ ടു അപ്പുറത്തും ഇപ്പുറത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി ആരൊക്കെ ഉണ്ട്? 4a പ്ലസ് 4 + 9 നമുക്ക് എത്ര ചെയ്താൽ 13 ഈക്വൽ ടു
ഇനി ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ആരൊക്കെ ഉണ്ട്? -10a അല്ലേ, -10a പ്ലസ് 25 പ്ലസ് 16 നമുക്ക് എത്ര എന്ന് എഴുതാം? 41 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും ഒരു എയുടെ ടൈം ഉണ്ട്, ഇവിടെയും ഒരു എയുടെ ടൈം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരാമല്ല എന്ന് പറഞ്ഞപ്പോൾ 4a -10 ഇപ്പുറം വരുമ്പോൾ എന്താവും? +10a. ഓക്കെ അല്ലേ? ഇനി ഓൾറെഡി ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇപ്പുറത്തെ ഒരു നമ്പർ. അപ്പോൾ ഈ 30 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഈക്വൽ ടു ഓൾറെഡി അപ്പുറം 41 ഉണ്ട്, 41 അവിടെ ഉണ്ട്, +13 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -13 ആവും. ഓക്കെ അല്ലേ? അപ്പോൾ 4a + 10a, 4a + 10a എന്ന് പറയുമ്പോൾ 14a ഇസ് ഈക്വൽ ടു 41 - 13 എന്ന് പറയുമ്പോൾ 28. ഓക്കെ അല്ലേ? അപ്പോൾ a ഇസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 14, അതായത് എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായ എത്രയാണ്? 2 ആണ്. നമ്മൾ ആരെയാണ് എ എന്ന് വിളിച്ചത്? നമുക്കറിയാം എം എന്ന് പറഞ്ഞ ഈ പോയിന്റ് കോർഡിനേറ്റിനാണ് നമ്മൾ a,0 എന്ന് എഴുതി. അപ്പോൾ എക്ക് പകരം നമുക്ക് ഇനി അവിടെ എത്ര ഇട്ട് കൊടുക്കാം? 2 എന്നിട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എം എന്ന് പറയുന്ന ഫൈനൽ കോർഡിനേറ്റ്സ് ഓഫ് എം എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എത്രയാണ്? 2,0 ആണ്. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഇത് പ്രതീക്ഷിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യാടാ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ട്രയാങ്കിൾ ABC A 5,9, B 5,16, അതേപോലെ C 29,9 എന്ന് പറഞ്ഞിട്ട് 3 കോർഡിനേറ്റ്സ്, ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടെക്സുകളുടെ കോർഡിനേറ്റ്സ് തന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാർക്ക് റാൻഡമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 5,9, അതേപോലെ തന്നെ B എത്രയാണ്? 5,16, അതേപോലെ C 29,9. ഓക്കെ അല്ലേ? റാൻഡമായിട്ട് ജസ്റ്റ് എന്ത് ചെയ്തു? 3 വാല്യൂസ് ഇട്ട് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, പ്രൂവ് ദാറ്റ് ദിസ് ട്രയാങ്കിൾ ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവാനായിട്ട് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? 3 സൈഡുകളുടെയും ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ട്രയാങ്കിളിലെ 3 സൈഡുകളുടെയും ലെങ്ത് നമുക്ക് ആദ്യം എ ബി എന്ന് പറയുന്ന ഈ ഒരു സൈഡ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? √(x1 - x2) ² + y1 - y2 ². നമുക്ക് ഇയാളെ x1 എന്ന് എടുക്കാം, ഇത് x2 എന്ന് എടുക്കാം. അപ്പോൾ x1 - x2 എന്ന് പറയുമ്പോൾ 5 - 5 the whole square plus y1 - y2 എന്ന് പറയുമ്പോൾ ഇത് y1 ഇത് y2. ഓക്കെ, 9 - 16 the whole square is equal to √(5 - 5 എന്ന് പറയുമ്പോൾ 0² plus 9 - 16 എന്ന് പറയുമ്പോൾ 7². ഓക്കെ അല്ലേ? അപ്പോൾ √(7² is equal to സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എ ബി എന്ന് പറയുന്ന സൈഡിൻ്റെ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 7 ആണ് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? 7 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കാം, ബി സി കണ്ടുപിടിക്കാം. ശരിയല്ലേ? ബി സി. ഓക്കെ, അപ്പോൾ ബി സി ഇസ് ഈക്വൽ ടു √(x1 - x2) അല്ലേ? നമുക്ക് ഇയാൾ x1 എന്ന് വിളിക്കാം, നമുക്ക് x2 എന്ന് വിളിക്കാം. അപ്പോൾ 29 - 5 the whole square plus y1 - y2, 9 - 16 അല്ലേ? 9 - 16 the whole square is equal to 29 - 4 എന്ന് പറയുമ്പോൾ 24² plus 9 - 16 എന്ന് പറയുമ്പോൾ 7². ഓക്കെ അല്ലേ? ഇസ് ഈക്വൽ ടു 24ൻ്റെ സ്ക്വയർ. ഓക്കെ, 24ൻ്റെ സ്ക്വയർ എത്രയാണ്? 24 × 24 ചെയ്താൽ നമുക്കറിയാം 576 കിട്ടും. പ്ലസ് 7² എന്ന് പറയുമ്പോൾ 49 അല്ലേ? 7² എന്ന് പറയുമ്പോൾ 49 ഇസ് ഈക്വൽ ടു √(49 + 576) എത്ര കിട്ടും? 625 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? √625 എന്ന് പറയുമ്പോൾ എത്രയാണ്? 25 ആണ്. ഓക്കെ, അറിയില്ല എന്നുണ്ടെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 625ൻ്റെ √25. ഇനി അപ്പോൾ ബി സി കിട്ടി അല്ലേ? ബി സി എന്ന് പറയുന്ന സൈഡ് എത്രയാണെന്ന് കിട്ടി? 25 ആണെന്ന് കിട്ടി. നമുക്ക് എ സിയും കൂടി കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ എ സി എന്ന് പറയുന്ന ലെങ്ത് കൂടി കണ്ടുപിടിച്ച് നോക്കാം. എ സി ഇസ് ഈക്വൽ ടു √(x1 - x2). ഇത് x1, അതേപോലെ തന്നെ ഇത് x2. ഓക്കെ, അപ്പോൾ 29 - 5 the whole square plus y1 - y2, ഇത് y1 ഇത് y2. ഓക്കെ, അപ്പോൾ 9 - 9 the whole square is equal to √(29 - 5) എന്ന് പറയുമ്പോൾ 24² plus 9 - 9 എന്ന് പറയുമ്പോൾ 0. ഓക്കെ അല്ലേ? √24ൻ്റെ സ്ക്വയറും റൂട്ടും എന്തായിപ്പോയി? ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 24. ഓക്കെ അല്ലേ? നമുക്ക് എ സി എന്ന് പറയുന്ന സൈഡ് കിട്ടി എത്രയാണ്? 24 ആണ്. ഓക്കെ അല്ലേ? ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ എല്ലാ സൈഡും കണ്ടുപിടിച്ചു, പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രൂവ് ദാറ്റ് എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ശരിയല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം?
പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. എന്തായിരുന്നു പൈത്തഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓക്കെ എന്തായിരുന്നു പൈത്തഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസും ബേസും ഓൾട്ടിറ്റ്യൂഡും നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ പൈത്തഗോറസ് തിയറം ഈ ട്രയാങ്കിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ശരിയല്ലേ? അപ്പോൾ എങ്ങനെ എടുക്കും? 3 സൈഡുകളുണ്ട്. നമുക്ക് ഏതാണ് ഹൈപ്പോട്ടന്യൂസ്, ബേസ്, ഓൾട്ടിറ്റ്യൂഡ് എന്നൊന്നും അറിയില്ല. അപ്പോൾ വേണ്ട, ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആളാരാ? 25 ആണ്. ശരിയല്ലേ? അപ്പോൾ അയാൾ എപ്പോഴും ആരെങ്കിലും ഏറ്റവും വലിയ സൈഡ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഏറ്റവും വലിയ സൈഡ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിന് 25 എന്ന് എടുക്കുക, വലിയ സൈഡിന് 25 എന്ന് എടുക്കുക. ഇസ് ഈക്വൽ ടു 25 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസും ഓൾട്ടിറ്റ്യൂഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കുഴപ്പമില്ല. പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ യാതൊരു വിഷയമില്ല. അപ്പോൾ ബാക്കി 2 സൈഡുകളെ ബേസ് എന്നും ഓൾട്ടിറ്റ്യൂഡ് എന്നും എടുക്കാം. നമുക്ക് 7നെ ബേസ് ആയിട്ട് എടുക്കാം. 7 സ്ക്വയർ പ്ലസ് അതേപോലെ തന്നെ 24 നമുക്ക് എന്താക്കാം? ഓൾട്ടിറ്റ്യൂഡ് ആക്കാം. 24 സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 25 സ്ക്വയർ നമുക്കറിയാം എത്രയാ? 625 ഇസ് ഈക്വൽ ടു അതേപോലെ തന്നെ 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? 49 അല്ലേ? പ്ലസ് 24 സ്ക്വയർ അല്ലേ? 24ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 576. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 625 ഇസ് ഈക്വൽ ടു 49 പ്ലസ് 576 എത്ര കിട്ടും? 625 തന്നെ കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഈക്വൽ അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ അല്ലേ? അതിൻ്റെ അർത്ഥം ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? പൈത്തഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ദെർഫോർ നമുക്ക് പറയാം, ദെർഫോർ ABC ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ABC എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സർക്കിൾ വിത്ത് സെൻറ്റർ 3,2 പാസ് ത്രൂ ദ പോയിന്റ് x,3. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് √10. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. എ സർക്കിൾ വിത്ത് സെൻറ്റർ 3,2. നമുക്ക് ആദ്യം ഒന്ന് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. റഫായിട്ട് ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, എവിടെ പോയി ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിലെ സെൻറ്റർ അല്ലേ? സെൻറ്റർ കോർഡിനേറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3,2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാസസ് ത്രൂ ദ പോയിന്റ് x,3. ഈ സർക്കിൾ പാസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഈ സർക്കിളിലുള്ള ഏതൊരു പോയിന്റ് ആണ് എന്ത്? x,3. ഓക്കെ അല്ലേ? ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇസ് √10. ഈ സർക്കിളിലെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? √10 ആണ്. ഓക്കെ അല്ലേ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റിന്റെ എന്ത് കണ്ടുപിടിക്കുക? വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന പോയിന്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ എന്തൊക്കെ അറിയപ്പോൾ? 2 പോയിന്റുകൾ അല്ലേ? 3,2 ആണ് സെൻറ്റർ എന്നറിയാം, x,3 സർക്കിളിൽ ഒരു പോയിന്റ് ആണെന്നറിയാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ് √10 ആണെന്നറിയാം. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് എന്തെടുക്കുക? ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എടുക്കുക. എന്താ ഡിസ്റ്റൻസ് ഫോർമുല? √x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? സി ഈക്വൽ ടു √, ഇത് നമുക്ക് x1 എടുക്കുക, ഇത് x2 എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ 3 മൈനസ് x ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2. ഓക്കെ, y1 മൈനസ് y2 എന്ന് പറയുമ്പോൾ ഇത് y1ഉം ഇത് y2. ഓക്കെ, 2 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഓൾറെഡി ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം? √10 ആണെന്നറിയാം. അപ്പോൾ ഈക്വൽ ടു √10 ഇട്ട് കൊടുക്കാൻ എനിക്ക് ഓക്കെ അല്ലേ? കാരണം ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി √10 ആണെന്നറിയാം. ഓക്കെ, ഇനി ഈക്വൽ ടു √3 മൈനസ് x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 3 അല്ലേ? 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ കിട്ടും, ഈക്വൽ ടു √10. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 സൈഡിൽ റൂട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ റൂട്ട് കിടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പുറത്തോടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം റൂട്ട് കളയാനായിട്ട് 2 സൈഡിലും എന്തെടുക്കുക? സ്ക്വയർ എടുക്കുക. കേട്ടോ, ഈക്വൽ ടു 2 സൈഡിലും സ്ക്വയർ എടുക്കുക. സ്ക്വയറും റൂട്ടും എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 3 മൈനസ് x ദ ഹോൾ സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി 3 മൈനസ് x ദ ഹോൾ സ്ക്വയർ കണ്ടിട്ട് എന്തുപോലെ ഉണ്ട്? 3 മൈനസ് x ദ ഹോൾ സ്ക്വയർ എന്നുള്ളൊരു കാര്യം കണ്ടിട്ട് നമുക്ക് എന്തുപോലെ ഉണ്ട്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പോലില്ലേ? അപ്പോൾ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഐഡൻറ്റിറ്റി എന്തായിരുന്നു? നേരത്തെ പറഞ്ഞതാണ്, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ശരിയല്ലേ? നമുക്ക് ഐഡൻറ്റിറ്റി ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, എ സ്ക്വയറിന് പകരം ഇവിടെ എ സ്ക്വയർ ആണ് വരുന്നത്, പക്ഷേ ഇവിടെ എക്ക് പകരം 3 ആണ്. ഓക്കെ, 3 സ്ക്വയർ, എ സ്ക്വയറിന് പകരം 3 സ്ക്വയർ മൈനസ് 2ab അല്ലേ? അപ്പം -2 ഇൻറ്റു
എക്ക് പകരം ഇവിടെ ആരാ 3 ആണ്, ഇൻറ്റു ബിക്ക് പകരം ഇവിടെ ആരാ എക്സ് ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു എക്സ് പ്ലസ് ബി സ്ക്വയർ. അടുത്ത ടൈം എന്താ പ്ലസ് ബി സ്ക്വയർ അല്ലേ, ബിക്ക് പകരം ഇവിടെ എക്സ് ആണ്, അപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? പ്ലസ് ഈ ഒരു 1 ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 3 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 മൈനസ് 2 ഇൻറ്റു 3 ഇൻറ്റു എക്സ്, അപ്പോൾ എത്ര കിട്ടും 6x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അറേഞ്ച് ചെയ്യാം അല്ലേ, ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് വരുത്താം. ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് പവർ കൂടിയ ആൾക്കാർ ആദ്യം ചെയ്താൽ. ഓക്കെ, ആദ്യം ഞാൻ ഈ എക്സ് സ്ക്വയറിൻ്റെ ടേമിന് എടുത്ത് എഴുതി പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ ഒരു പോസിറ്റീവ് എക്സ് സ്ക്വയർ ഉണ്ട്, പിന്നെ ഈ എക്സിൻ്റെ ടേം എടുത്ത് എഴുതുന്നതാണ് മൈനസ് 6x ഉണ്ട്, പിന്നെ ഒരു പോസിറ്റീവ് 9 ഉണ്ട്, അപ്പോൾ പ്ലസ് 9 ഉണ്ട്, പിന്നെ ഒരു പ്ലസ് 1 ഉണ്ട്. ഓക്കെ അല്ലേ? ഒന്ന് ഓർഡർ ഒന്ന് അറേഞ്ച് ചെയ്ത് വേണ്ട, ഈക്വൽ ടു 10 നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 പ്ലസ് 1. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 10 ഈക്വൽ ടു 10 എഴുതേണ്ട. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈക്വൽ ടുവിന് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുണ്ട്, 2 പോസിറ്റീവ് 10 ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്ത് കളയാം, ക്യാൻസൽ ചെയ്ത് കളയാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്നായി, ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതെന്താണ്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഡിഗ്രിയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ആയി തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാം, ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാമല്ലോ. നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം, എക്സ് സ്ക്വയർ മൈനസ് 6x അല്ലേ, എക്സിൻ്റെ കൂടെയുള്ള ആളുടെ പകുതിയുടെ സ്ക്വയർ ഈക്വൽ ടു 2 സൈഡിലും എന്ത് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. എക്സിൻ്റെ കൂടെയുള്ള ആൾ 6 ആണ്, 6ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3ൻ്റെ സ്ക്വയർ ഇവിടെയും ആഡ് ചെയ്യുക, അതേപോലെ തന്നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും എന്ത് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്യുക. 2 സൈഡിലും 3 സ്ക്വയർ ആഡ് ചെയ്ത് കൊടുത്തു, എക്സിൻ്റെ കൂടെയുള്ള ആളുടെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ? എന്നിട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കുക. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ എക്സ്പാൻഷനാണ്, എക്സ് മൈനസ് 3 അല്ലേ. എക്സും ഫസ്റ്റത്തെ ആളെ എടുക്കുക, ലാസ്റ്റത്തെ ആളെ എടുക്കുക, എക്സും 3യും. ഫസ്റ്റ് സൈൻ എന്താണ്, മൈനസ് ആണ്. എക്സ് മൈനസ് 3 ഇതാ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് നമ്മൾ ചെറുതാക്കിയിട്ട് എക്സ് മൈനസ് 3 ഇതാ ഹോൾ സ്ക്വയർ ചെയ്താ ഈക്വൽ ടു 0 പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 9 കിട്ടും. ശരിയല്ലേ? ഇനി നമുക്ക് ഈ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഈ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു √9 എന്ന് കിട്ടും. അപ്പോൾ എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു √9 എന്ന് പറയുമ്പോൾ എന്ത് വരാം, √9 എന്ന് പറഞ്ഞാൽ എന്താണ്, 9 ആരുടെയൊക്കെ സ്ക്വയർ ആണ്. 9 ആരുടെയൊക്കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒന്നിന് പോസിറ്റീവ് 3 ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് 3 ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു ഒന്നിലേക്ക് √9 എന്ന് പറയുമ്പോൾ 3, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഓർ എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു -3 എന്ന് എഴുതാം. കാരണം -3ൻ്റെ സ്ക്വയർ എത്ര തന്നെയാണ്, 9 തന്നെ. അപ്പോൾ √9 2 വാല്യൂസ് ഉണ്ട്, ഒന്നിലേക്ക് 3 ആവാം, -3 ആവാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കേസിലാണെങ്കിൽ -3 അപ്പുറം ചെല്ലുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് 3, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 6. ഓർ അല്ലെങ്കിൽ എക്സ് മൈനസ് 3 അല്ലേ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -3, ഇത് അപ്പുറം വരുമ്പോൾ +3 ആവും. ഓക്കെ അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് 6ഉം കിട്ടിയിട്ടുണ്ട്, 0യും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് നമ്മൾ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിന് 2 വാല്യൂസ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ 6 ആവാം, അല്ലെങ്കിൽ എന്താവാം 0 ആകാം. രണ്ടായാലും കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസറാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബി ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, നല്ല രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് 0,2, 3,6, 0,3 ഇസ് ഇൻസൈഡ്, ഔട്ട്സൈഡ് ഓർ ഓൺ ദ സർക്കിൾ അല്ലേ. നമ്മൾ നേരത്തെ മുൻപ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യന് അകത്താണോ പുറത്താണോ, എന്താ ചെയ്യേണ്ടത്, സെൻറ്റർ. ഓക്കെ, സാർ ഇത് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ഇതിൽ തന്നെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 3,2 എന്ന് പറയുന്ന പോയിന്റാണ് സെൻറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ 0,2ഉം 3,6ഉം 0,3യും എവിടെ വരും, ഈ സർക്കിളിൻ്റെ അകത്ത് വരുമോ പുറത്ത് വരുമോ ഓൺ ദ സർക്കിൾ വരുമോ എന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കണേ. ഓക്കെ അല്ലേ? അപ്പോൾ 0, എങ്ങനെ ചെയ്യുന്നത്, സെൻറ്ററും ആദ്യം 0,2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അത് എന്തിനേലും √10 റേഡിയസുമായിട്ട് എന്ത് ചെയ്ത് നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക. റേഡിയസിനേലും കൂടുതലാണെങ്കിൽ ആ ഡിസ്റ്റൻസ്, റേഡിയസിനേലും കൂടുതലാണെങ്കിൽ സർക്കിളിന് പുറത്താണ്, ഔട്ട്സൈഡാണ്. കുറവാണെങ്കിൽ ഇൻസൈഡാണ്. ഈക്വൽ ആണ്, √10 തന്നെയാണ് ഡിസ്റ്റൻസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്
ഓൺ ദ സർക്കിൾ. അപ്പോൾ ആദ്യം ഈ 3,2 0,2 തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് എന്നിട്ട് ആ പോയിന്റ് എവിടെയെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം 3,2 സെൻറ്ററും 3,6 തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് ആ പോയിന്റ് എവിടെയെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം 3,2 സെൻറ്ററും അതേപോലെ തന്നെ ആ 0,3 എന്ന് പറയുന്ന പോയിന്റ് തമ്മിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ആ പോയിന്റ് എവിടെയാണ്, അകത്താണോ പുറത്താണോ ഓൺ ദ സർക്കിൾ ആണോ എന്ന് എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ 11th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിഗർ ദ സൈഡ്സ് ഓഫ് സ്ക്വയർ എ ബി സി ഡി ആർ പാരലൽ ടു ദ കോർഡിനേറ്റ് ആക്സിസ്. അല്ലേ, ഇതൊരു കോർഡിനേറ്റ് ആക്സിസിനോട് പാരലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ സ്ക്വയറിൻ്റെ സൈഡുകൾ വന്നിരിക്കുന്നത്. ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് സ്ക്വയർ ഇസ് 5 യൂണിറ്റ്. ഒരു സൈഡ് 5 ആണെന്ന് പറഞ്ഞിട്ട് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ബി സി ആൻഡ് ഡി. ബി സി ഡി, ബി എന്ന് പറയുന്ന പോയിന്റ്, അതേപോലെ തന്നെ സി എന്ന് പറയുന്ന പോയിന്റ്, ഡി എന്ന് പറയുന്ന പോയിന്റ്, ഈ 3 പോയിന്റുകളുടെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ്സ് എത്രയാണെന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം. നോക്കാം, ഒരു കോർഡിനേറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്ന് പറയുന്ന കോർഡിനേറ്റ് 2,3 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് 5 യൂണിറ്റ്സ് ഇങ്ങോട്ട് പോയി അല്ലേ, എയിൽ നിന്ന് 5 യൂണിറ്റ്സ് പോയി. ഏത് ഡയറക്ഷനിലേക്കാണ് പോയിരിക്കുന്നത്? എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനല്ലേ, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആര് മാത്രം ചേഞ്ച് ആവുള്ളൂ? എക്സ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. വൈയിൽ എന്തില്ല, ചേഞ്ച് ഇല്ല. അപ്പോൾ ഒന്ന് നോക്കിയേ, എക്സ് ഇവിടെ എത്രയാണ്? 2 ആണ്. 2-ൽ നിന്ന് 5 യൂണിറ്റ്സ് പോയി. അപ്പോൾ എത്രയാവും? 2 + 5 എത്രയാണ്? 7. ശരിയല്ലേ? അപ്പോൾ ബി എന്ന് പറയുന്ന കോർഡിനേറ്റിൽ എത്തുമ്പോൾ എക്സ് എത്രയായി? 7 ആയി. വൈ കോർഡിനേറ്റിൽ എന്തില്ല, വൈ കോർഡിനേറ്റിൽ എന്തില്ല, ചേഞ്ച് ഒന്നുമില്ല. വൈ എത്ര തന്നെയാണ്? 3 തന്നെ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ സി എന്ന് പറയുന്ന കോർഡിനേറ്റ് ഒന്ന് നോക്കാം. സി എന്ന് പറയുന്ന കോർഡിനേറ്റ് നോക്കാം. ഓക്കെ, ഇവിടെയും സൈഡ് എത്രയാണ്? 5 തന്നെ ആയിരിക്കില്ലേ സൈഡ്? നമുക്കറിയാം സ്ക്വയർ ആണ്, അപ്പോൾ എല്ലാ സൈഡ് ഈക്വൽ ആണ്, 5 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് ബിയിൽ നിന്ന് 5 യൂണിറ്റ്സ് മുകളിലേക്ക് പോയി. ബിയിൽ നിന്ന് 5 യൂണിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് പോകുമ്പോഴാണ് സിയിലെത്തുക. ശരിയല്ലേ? അപ്പോൾ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാണ്, ഏത് ആക്സിസിൻ്റെ ഡയറക്ഷനാണ്? വൈ ആക്സിസിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ആര് മാത്രം ചേഞ്ച് ആവും? വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താൽ വൈ മാത്രം ചേഞ്ച് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ വൈ ആക്സിസ് 3-ൽ നിന്ന് തുടങ്ങി എത്ര യൂണിറ്റ്സ് പോയി? 5 യൂണിറ്റ്സ് പോയി. അപ്പോൾ അവിടെ എത്തുമ്പോൾ, ആ ഒരു സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ വൈ ആക്സിസ് 3 നിന്ന് തുടങ്ങി 5 യൂണിറ്റ്സ് പോകുമ്പോൾ 8 ആയിട്ടുണ്ടാവും. ശരിയല്ലേ? 3 + 5 എന്ന് പറയുമ്പോൾ 8. വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തതുകൊണ്ട് എക്സിൽ എന്തില്ല, വ്യത്യാസമില്ല. എക്സ് എത്ര തന്നെ ആയിരിക്കും? 7 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡി കണ്ടുപിടിക്കാം അല്ലേ. ഡി എന്ന് പറയുമ്പോൾ സിയിൽ നിന്ന് ഇതും 5 തന്നെയല്ലേ, സ്ക്വയർ ആയതുകൊണ്ടിട്ട് ഇതും എത്ര തന്നെ? 5 യൂണിറ്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സിയിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനിലേക്ക്, എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലേക്ക് എത്ര പോയി? എന്ത് ചെയ്തിട്ടുണ്ട്? 5 യൂണിറ്റ്സ് പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കണം, ലെഫ്റ്റ് സൈഡിലേക്കാണ്. നമുക്കറിയാം എക്സിൽ എക്സ് ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താണ്, കുറഞ്ഞാൽ വരുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ സിയിൽ എക്സ് എത്രയായിരുന്നു? 7 ആയിരുന്നു. 7-ൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് 5 യൂണിറ്റ്സ് പോയി. അപ്പോൾ എന്താ, കുറയാണ് വേണ്ടത്. ഓക്കെ, കുറയ്ക്കുക. 7-ൽ നിന്ന് 7 കഴിഞ്ഞിട്ട് എണ്ണി നോക്കുക. 6, 5, 4, 3, 2. അപ്പോൾ 5 യൂണിറ്റ്സ് പോകുമ്പോൾ എവിടെ എത്തും? x2 എന്ന് പറയുന്ന പോയിന്റിലെത്തും. ഓക്കെ അല്ലേ? എക്സിൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ടിട്ട് വൈയിൽ എന്തില്ല, ചേഞ്ച് ഇല്ല. വൈ ഇവിടെ എത്രയാണ്? 8 തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന 3 പോയിന്റ്സിൻ്റെയും എന്ത് ചെയ്തിട്ടുണ്ട്, കോർഡിനേറ്റ്സ് നമ്മൾ എഴുതി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്. ഇൻ ദ ഫിഗർ എ സർക്കിൾ ഇസ് ഡ്രോൺ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, സെൻറ്റർ ഒറിജിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി ഇസ് ദ ഡയമീറ്റർ. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഈ ലൈൻ എന്താ, ഡയമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒ പി = 4. ഒ പി എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ഒ പി എ = 30 ഡിഗ്രി. അതേപോലെ തന്നെ പി എ ഇസ് ടാൻജൻറ്റ് ടു സർക്കിൾ. ഇത് നല്ല ട്രിഗ്നോമെട്രിയും കോർഡിനേറ്റ്സും അതേപോലെ തന്നെ ടാൻജൻസ് ഒക്കെ ഫിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻ ദ മെഷർ ഓഫ് ആംഗിൾ ഒ എ പി. ആദ്യം ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഒ എ പി. ആംഗിൾ ഒ എ പി എന്ന് പറയുമ്പോൾ ഏതാ? ഇതല്ലേ, ഒ എ പി അല്ലേ. ഒ എ പി എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ്. ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഇതെന്താ, ടാൻജൻ്റ് ആണ്. ശരിയല്ലേ? ഈ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെന്ന് പറഞ്ഞപ്പോൾ ഇത് റേഡിയസ് അല്ലേ. ഈ ഒ എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ. അപ്പോൾ ടാൻജൻറ്റും റേഡിയസും കൂടി ജോയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടാൻജൻറ്റിൻ്റെയും റേഡിയസിൻ്റെയും ഇടയിലുള്ള ആംഗിൾ നമുക്കറിയാം എത്രയാണ്? ടാൻജൻറ്റിൻ്റെയും റേഡിയസിൻ്റെയും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ ഒ എ പി എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. ഓക്കെ, ഇനി വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസ്, ഈ ഒ എന്ന് പറയുന്ന റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഈ ആംഗിൾ ഓൾറെഡി 90 ആണ്. ഓക്കെ അല്ലേ? ഇവിടെ 30 ഡിഗ്രി ആണെന്നുണ്ട്. അപ്പോൾ ഇത് എത്രയാണ്?
60° അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 30, 60, 90 ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? നമുക്ക് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാമല്ലോ. ഒന്ന് പറഞ്ഞേ, 30, 60, 90° ആണ് ആംഗിൾസ് എന്നുണ്ടെങ്കിൽ 1:√3:2 ആണ് റേഷ്യോ. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാവുന്ന സൈഡ് OP അല്ലേ? OP മുഴുവനായിട്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? OP മുഴുവനായിട്ട് നമുക്കറിയാം എത്രയാണ്? 4 ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? OP എന്ന് പറയുന്നത് 90ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ്. 90°ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് OP. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 90°ൻ്റെ അടിയിൽ 4 ഇട്ട് കൊടുക്കാം. ഇനി 2 ശരിക്കും 90°ൻ്റെ അടിയിൽ അല്ലെങ്കിൽ 90°ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 2 ആണ് വരേണ്ടത്. 2 എത്രയായി? 4 ആയി. അതിൻ്റെ അർത്ഥം 2വിനോട് എന്ത് ഇൻറ്റു ചെയ്തിട്ടുണ്ട്? 2 ഇൻറ്റു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി റേഷ്യോസിനോടും എന്ത് ഇൻറ്റു ചെയ്യാം? 2 ഇൻറ്റു ചെയ്യാം. 1 × 2 എന്ന് പറയുമ്പോൾ 2, √3 × 2 എന്ന് പറയുമ്പോൾ 2√3. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 30°ൻ്റെ ഓപ്പോസിറ്റ് ആണ് 2. 30°ൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ 2 യൂണിറ്റ്സ്. ഓക്കെ, ഇനി 60°ൻ്റെ ഓപ്പോസിറ്റ് ആണ് 2√3. അപ്പോൾ 60°ൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2√3. ഓക്കെ അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. നമ്മളോട് ചോദിച്ച റേഡിയസ് എത്രയാണെന്നാണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ OA ആണ് റേഡിയസ് അല്ലേ? OA റേഡിയസ് ആണ്. അപ്പോൾ OA റേഡിയസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? റേഡിയസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് QB. QB എന്ന് പറയുന്ന ലൈൻ്റെ റേഡിയസ് ലെങ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, QB എന്ന് പറയുന്ന ലൈൻ ഇതാണ് QB അല്ലേ? ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയേ. ഈ OB എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയല്ലേ? OB എന്ന് പറയുന്നതും ഈ സർക്കിളിൻ്റെ റേഡിയസ് സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് മുട്ടിച്ചേക്കുന്ന ഒരു ലൈനാണ്. അപ്പോൾ റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി റേഡിയസ് നമുക്ക് 2 ആണെന്ന് കിട്ടി. നമുക്ക് ഇതിനെയും എത്ര ഇടാം? 2 എന്നിട്ട് കൊടുക്കാം. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇവിടെ ഓൾറെഡി 90° തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വരുന്ന ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം 60° ആയിരിക്കും. ശരിയല്ലേ? രണ്ട് ലൈനുകൾ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്താ? ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ 60 ആണെങ്കിൽ ഇവിടെയും എത്ര? 60° തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി എത്രയാണ്? 60 ആണെന്ന് ഇത് തന്നിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇപ്പുറത്തെ ആംഗിളും ഈ ഒരു ആംഗിളും എത്ര തന്നെ ആയിരിക്കും? 60° തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും എത്ര ഇട്ട് കൊടുക്കാം? 60° ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ആംഗിളും 60°. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 30° വരും. ഓക്കെ അല്ലേ? അപ്പോൾ വീണ്ടും ഒരു 30, 60, 90 ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. 30, 60, 90 ആണ് ആംഗിൾസിൻ്റെ റേഷ്യോ എന്നുണ്ടെങ്കിൽ സൈഡിൻ്റെ റേഷ്യോ 1:√3:2 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി 90°ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് 2 തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള സൈഡുകളും വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 30°ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് 1, 30°ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇത് 1 ആണ്. 60°ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് √3 ആണ്. 60°ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് QB ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എത്രയാണ്? √3 ആണെന്നും കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ലെങ്ത് ഓഫ് QB ഈസ് ഈക്വൽ ടു √3 യൂണിറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത എന്താ? റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് B എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം അല്ലേ? B എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ഈ ആംഗിൾസ് ഒക്കെ ഒന്ന് മായ്ച്ച് കളയാം. നമുക്ക് അറിയാവുന്ന ലെങ്ത്തുകൾ മാത്രം ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇത് 1 ആണെന്ന് അറിയാം, ഇത് √3 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ B എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയണം. എങ്ങനെ അറിയും? B എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? B എന്ന് പറയുന്ന പോയിന്റിന്റെ നേരെ അടിയിലെ X എത്രയാണെന്ന് നോക്കണം. അതേപോലെ തന്നെ നേരെ സൈഡിലുള്ള Y എത്രയാണെന്ന് അറിയണം. ശരിയല്ലേ? അപ്പോൾ നോക്കാം, ഇത് സെൻറ്റർ ഒറിജിനാണ് അല്ലേ? ഇത് ഒറിജിനാണ്. ഒറിജിനിൽ നിന്ന് 1 യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക് പോയി. അപ്പോൾ ഏത് പോയിന്റിലായിരിക്കും എത്തുക? 1 യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക്, എക്സ് ആക്സിലെ 1 യൂണിറ്റ്സ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ -1 എന്ന് പറയുന്ന പോയിന്റിലെത്തും. ശരിയല്ലേ? അതേപോലെ ഇത് ഒറിജിനാണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഇത് √3 അല്ലേ? അതേപോലെ അപ്പോൾ ഇതും √3 തന്നെ ആയിരിക്കൂലേ? അപ്പോൾ 0യിൽ നിന്ന് √3 യൂണിറ്റ്സ് പോകുമ്പോൾ √3 എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പോയിന്റ് കോർഡിനേറ്റ്സ് ചെയ്തിരിക്കാൻ X-1ഉം Y എത്രയാണ്? √3. അപ്പോൾ B എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് -1, √3 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി -1, √3. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആ ഒരു ചോദ്യം കൂടി നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, in the figure a circle is drawn with origin as center. A is the point on the circle. Angle AOB 60°, OB is equal to 2 units. കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ,
നമുക്ക് നോക്കാം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എത്രയാണെന്ന് എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ അല്ലേ? എങ്ങനെ എഴുതാൻ പറ്റും? നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ, ഇപ്പോൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ എന്താ പറയുക, നമുക്ക് എക്സ് കോർഡിനേറ്റ് എത്രയാണ്, വൈ കോർഡിനേറ്റ് എത്രയാണെന്ന് പറയണം. ശരിയല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എ എന്ന് പറയുന്ന കോർഡിനേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെങ്ത് എത്രയാണ് കണ്ടുപിടിക്കുക, ഈ ഒരു സൈഡ് എത്രയാണ് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് പെർപെൻഡിക്കുലർ ആണ്. ശരിയല്ലേ? 60 ഓൾറെഡി, അപ്പോൾ ഇവിടെ 60 ആണെന്നുണ്ട്, അപ്പോൾ ഇവിടെ എത്ര ആവും? 30. അപ്പോൾ വീണ്ടും ഒരു 30, 60, 90 ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. 1:√3:2 ആണ് സൈഡിൻ്റെ റേഷ്യോ എന്നറിയാം. 30 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റ് 2 തന്നിട്ടുണ്ട് അല്ലേ? 30 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എത്ര? 2 സെൻറ്റിമീറ്റർ 2 യൂണിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 1 എങ്ങനെ 2 ആയി? 2h ഇൻറ്റു ചെയ്യുമ്പോഴല്ലേ 2 ആവണം. ബാക്കിയുള്ള റേഷ്യോസിനോട് എത്ര ഇൻറ്റു ചെയ്യുക? 2 തന്നെ ഇൻറ്റു ചെയ്യുക. √3 × 2 എന്ന് പറയുമ്പോൾ 2√3, അതേപോലെ 2 × 2 എന്ന് പറയുമ്പോൾ 4. ഓക്കെ അല്ലേ? അപ്പോൾ 60 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 2√3. ഓക്കെ, 60 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു സൈഡ് എത്ര? 2√3 ആണ്. ഓക്കെ, അതേപോലെ 90 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു സൈഡ് എത്ര? 90 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു സൈഡ് എത്ര? 4 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കോർഡിനേറ്റ്സ് എഴുതി നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എഴുതി നോക്കാം. എങ്ങനെയാണ് എഴുതുന്നത്? ആ പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് നോക്കാം, എക്സ് എത്രയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി വൈ എത്രയാണെന്ന് നോക്കാം. ശരിയല്ലേ? 0 ഒറിജിനിൽ നിന്ന് തുടങ്ങി 2 യൂണിറ്റ്സ് പോയി, അപ്പോൾ ഇവിടെ എത്തും? 2-ലെത്തും. ശരിയല്ലേ? റൈറ്റ് സൈഡിലേക്കാണ്, അപ്പോൾ പോസിറ്റീവാണ് 2 എന്ന് പറഞ്ഞ പോയിന്റിലെത്തും. അതേപോലെ ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്തു, ഇത്രയും ദൂരം പോകുമ്പോഴാണ് ആ ഒരു പോയിന്റിലെത്തുന്നത്. ശരിയല്ലേ? അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം, ഇതിനോട് ഈക്വൽ ആണ്. അപ്പോൾ 2√3 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ 2√3 എന്ന് പറയുന്ന പോയിന്റിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എക്സ് എത്ര? 2, വൈ എത്രയാണ്? 2√3. ഓക്കെ അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് 2, 2√3. ഇനി ബി ക്വസ്റ്റൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? റേഡിയസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച 90 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമ്മൾ ഓൾറെഡി എത്രയും 4 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ റേഡിയസ് നമുക്ക് പറയാം 4 യൂണിറ്റ്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് വെർ ദ സർക്കിൾ കട്ട്സ് എ കോർഡിനേറ്റ് ആക്സിസ്. ഈ സർക്കിള് കോർഡിനേറ്റ് ആക്സിസുകളെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഡിയസ് ഓൾറെഡി 4 ആണെന്ന് അറിയാം. ശരിയല്ലേ? റേഡിയസ് ഓൾറെഡി 4 ആണെന്ന് അറിയാം. അതിൻ്റെ അർത്ഥം ഈ ഒരു ഡിസ്റ്റൻസ്, ഇത് റേഡിയസ് അല്ലേ, ഇതെത്രയാ? 4 ആണ് അല്ലേ? ഇതെത്രയാണ്? 4. അപ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എത്ര എത്തി? 4 എന്ന് പറയുന്ന പോയിന്റിലെത്തി. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ 4, x ആക്സ് ആണ് y 0. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ പോയിന്റ് ഇതിൻ്റെ സെയിം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അതും 4 തന്നെയാണ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ -4, 0 ആണ്. ഓക്കെ അല്ലേ? ഇതും റേഡിയസ് ആണ്, അപ്പോൾ ഇതും 4 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ y ആക്സസിലേക്കാണ്. അപ്പോൾ y ആണ് 4 ആവുന്നത്, എക്സ് എത്ര? 0. ഓക്കെ അല്ലേ? ഇതും 4 തന്നെ, റേഡിയസ് തന്നെയാണ് 4 തന്നെയാണ്. അപ്പോൾ ഇതും അടിയിലേക്കാണ് y -4 ആവും, എക്സ് എത്ര? 0. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റുകൾ ഏതൊക്കെ? 4, 0, -4, 0, 0, 4, 0, -4 ഈ പോയിന്റുകളിലേക്കാണ് ഈ സർക്കിൾ ആക്സിസുകളെ കട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് സി ഓൺ ദ സർക്കിൾ. സി എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് നമുക്ക് ശ്രദ്ധിക്കാം. സി എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റ് അല്ലേ? ഓക്കെ, സി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഒന്നുമില്ല, നമ്മൾ നോക്കിയേ, ഈ സി എന്ന് പറയുന്ന പോയിന്റ് നേരെ ഒരു എക്സാക്ട് എന്റെ ഓപ്പോസിറ്റ് പോയിന്റ് അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സാക്ട് ഒരു മിററിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ? അപ്പോൾ സി എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് എ എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും, 2, 2√3 തന്നെ ആയിരിക്കും. പക്ഷേ എന്ത് മാറും? സൈൻ മാറും. ഈ ഒരു ക്വാഡ്രന്റിലാണ് വന്നേക്കണേ അല്ലേ? അപ്പോൾ സൈൻ എന്ത് ചെയ്യും? മാറും. ഓക്കെ അല്ലേ? സൈൻ എങ്ങനെ മാറും? നമുക്കറിയാം, ഈ ഒരു ക്വാഡ്രന്റ് നോക്കുമ്പോൾ ഇത് എക്സിൻ്റെ നെഗറ്റീവ് സൈഡാണ്. അപ്പോൾ ഇവിടെ വരുന്ന എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -2. ഓക്കെ, ഈ ഒരു ക്വാഡ്രന്റിൽ വൈയും എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? ഇത് വൈയും എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ വൈൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ -2, -2√3 ആണ് ഈ സി എന്ന് പറയുന്ന -2, -2√3 എന്ന് പറയുന്ന പോയിന്റാണ് സി എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും ചോദ്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. CWC നല്ല രീതിയിൽ എല്ലാവരും സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.